ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. The devil is gone down to the earth having great wrath, knowing that he hath only a short time. അവന് കുറച്ച് സമയമേ ഉള്ളൂ എന്നറിഞ്ഞ് അവൻ മഹാക്രോധത്തോടുകൂടെ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ കുറച്ച് സമയമുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവന് ജീവിക്കാൻ കുറച്ച് സമയമുള്ളൂ എന്നുള്ളത് തന്നെയല്ല ഇവിടുത്തെ അർത്ഥം. ഇവിടുത്തെ അർത്ഥം അവന് പ്രവർത്തിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മളെല്ലാം അത്ര വലിയ ഹാർഡ് വർക്കേഴ്സ് ഒന്നും അല്ലെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. ഹാർഡ് വർക്കിംഗ് നല്ലതാണ്, അങ്ങനെ ആകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഏത് കാര്യം നമ്മളെ ഏൽപ്പിച്ചാലും മിക്കപ്പോഴും നമ്മൾ ചെയ്യുന്നത് അത് തീരേണ്ട സമയമാകുമ്പോഴാണ് ഇതിനകത്തോട്ട് കയറുന്നത് അല്ലേ? എപ്പോഴും ഞാൻ എല്ലാ ആഴ്ചയിലും ഗുഡ് ന്യൂസിൽ ഒരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെ അത് കൊടുക്കണം. ശനിയാഴ്ച ഇതങ്ങ് എഴുതി വെക്കരുതോ, പിറ്റേ ശനിയാഴ്ചത്തേക്കുള്ളത്, പിറ്റേ വെള്ളിയാഴ്ചത്തേക്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച അത് നടക്കത്തില്ല, ഞായറാഴ്ച നടക്കത്തില്ല. ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചൂട് പിടിക്കുന്നത്. എന്നിട്ട് വ്യാഴാഴ്ച ആകുമ്പോൾ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. കാര്യം വെള്ളിയാഴ്ച രാവിലെ എന്ത് ചെയ്യണം? ഇത് അയച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇനി സമയമില്ല എന്നറിയുമ്പോൾ പിന്നെ എന്താണ്? പിന്നെ നമ്മൾ ഒരു മുറിക്കകത്ത് കയറി 24 മണിക്കൂറും അതിനകത്തൊന്നും ഇറങ്ങാതെ ഇത് തീർത്തിട്ടേ ഉള്ളൂ. കാര്യം എന്താണ്? ഇനി എന്തില്ല? സമയമില്ല. അന്നേരം ആരെങ്കിലും അവിടെ കയറി വന്നാൽ നമുക്ക് ദേഷ്യം പിടിക്കുകയും ചെയ്യും ഇല്ലേ? എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല? ടൈമില്ല. സമയമില്ലാത്തത് കൊണ്ട് നമ്മളങ്ങ് വിഗറസ് ആകുകയാണ്. നമ്മളങ്ങ് ക്രോധം എന്നുള്ള വാക്കിനേക്കാൾ, ഓഫ് കോഴ്സ് ക്രോധമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പിശാചിന് പിന്നെ ക്രോധമല്ലാതെ വേറെ എന്തോ ഉള്ളൂ? അവനെന്നെ സ്നേഹമുണ്ടോ? ഒന്നുമില്ലല്ലോ. അവനെന്തേ ഉള്ളൂ? ക്രോധമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ മഹാക്രോധത്തോടെ ഇറങ്ങി വന്നു എന്ന് പറയാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന് അല്പകാലമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ അവനവൻ്റെ പ്രവർത്തനമങ്ങ് വ്യാപിപ്പിക്കുകയല്ല, ഒത്തിരി ആക്സിലറേറ്റ് ചെയ്യുകയാണ്. അവനങ്ങ് അതങ്ങ് ഒത്തിരി സ്പീഡിലാക്കി ഇനിയിപ്പോൾ പ്രവർത്തിക്കുന്ന സമയമില്ല. ഇനിയിപ്പം ആരും അവൻ്റെ ലൈഫ് അങ്ങ് അതിനുവേണ്ടി അങ്ങുള്ള ഒരു വലിയൊരു സീല് വന്ന് കയറുന്നതാണ്. ഇത്തിരി സമയം ഒത്തിരി പണി. അതാണ് പിശാചിൻ്റെ ഇപ്പോഴത്തെ വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്. അവന് ഒത്തിരി പണിയുമുണ്ട്, ഇത്തിരി സമയമേ ഉള്ളൂ. അതുകൊണ്ട് അവന് മഹാക്രോധമാണ്. അത് മഹാക്രോധം എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് തിളച്ച് നിൽക്കുകയാണ്. ഇനി ഒന്നിനും ആരും അവൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പോലും അവൻ സമ്മതിക്കത്തില്ല. അവൻ്റെ പണി തീർക്കണം. അതുകൊണ്ട് അവന് കുറച്ച് സമയമുള്ളൂ എന്നറിഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഭയങ്കര വിഗറസായിട്ട് ഇവൻ പ്രവർത്തിക്കുകയാണ്. ഓക്കെ, എന്താ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, അവൻ നമ്മളെപ്പോഴും നമ്മൾ ഒരു കാര്യത്തിന് ഇത്രയും വികറസ് ആകുന്നപ്പോഴാണ് നമുക്കതിനെക്കുറിച്ചൊരു ആ പ്രവൃത്തിയെക്കുറിച്ചും അതിൻ്റെ നീഡിനെക്കുറിച്ചും അത് മുഖാന്തരം ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചും ഒക്കെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ചൂട് പിടിക്കുന്നത് അല്ലേ? പരീക്ഷയ്ക്കാണെങ്കിലും പിള്ളേർ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്? സ്കൂൾ തുടങ്ങുമ്പോഴാണോ പിള്ളേർ ഫൈനൽ എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്നത്? എന്തെല്ലാം പുസ്തകങ്ങൾ എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. ക്രമാനുഗതമായി പഠിക്കണം, തുടങ്ങുമ്പോൾ തൊട്ടേ എന്നും കൃത്യമായിട്ട് പഠിക്കണം, ഒരു പ്രത്യേക സമയം വേർതിരിച്ച് പഠിക്കണം. പക്ഷേ ഇതൊന്നും നടന്നു വരത്തില്ല. പരീക്ഷ അനൗൺസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. കാര്യം അപ്പം ഇത്രയും ചൂട് പിടിക്കാനുള്ള കാര്യം എന്താ? പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം നമുക്ക് അറിയാം. പഠിച്ചില്ലെങ്കിൽ ജയിക്കാൻ പറ്റത്തില്ല, പഠിച്ചില്ലെങ്കിൽ ജീവിതത്തിൻ്റെ പരാജയമാണെന്നുള്ളൊരു തിരിച്ചറിവ്. പിശാചിനും ഇതുപോലെയുള്ള ചില തിരിച്ചറിവുകളുണ്ടായിട്ടുണ്ട്. അവൻ എവിടെയൊക്കെയോ പരാജയപ്പെട്ടു എന്നുള്ളത് അവനറിയാം. എങ്ങനെ വിജയിക്കാൻ പറ്റുമെന്നുള്ളതും അവനറിയാം. എവിടെ പരാജയപ്പെട്ടുവെന്നും എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ളതും അവനറിയാം. പിശാച് പരാജയപ്പെട്ടത് എവിടെയാണ്? നിങ്ങളൊന്ന് പറ. കാൽവറി ക്രൂശിൽ. പിശാച് പരാജയപ്പെട്ടത് എവിടെയാണ്? കാൽവറിയിലെ ക്രൂശിൽ. ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് കാൽവറി ക്രൂശിൽ യേശു ഒരു പരാജയമായിരുന്നു. അങ്ങനെയാണോ വേദോസം പഠിപ്പിക്കുന്നത്? അല്ല. വേദോസം പഠിപ്പിക്കുന്നത് എന്താണ്? കാൽവറി ക്രൂശിൽ ആരാണ് പരാജയം? പിശാചാണ് പരാജയപ്പെട്ടത്, അല്ലാതെ യേശു അല്ല.
കാൽവറി ക്രൂശിൽ യേശു പരാജയപ്പെട്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ആത്മീക കണ്ണുകളില്ലെന്നാണ്. ആത്മീക കണ്ണുള്ളവൻ ദൃശ്യമായ കാഴ്ചകളല്ല കാണുന്നത്, അദൃശ്യമായ കാഴ്ചകളാണ് കാണുന്നത്. കാരണം പൗലോസ് പറയുന്നത് ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. വിശ്വാസം നമുക്കൊരു പുതിയ കാഴ്ച നൽകുകയാണ്, ഒരു വെളിപ്പാട് നൽകുകയാണ്. കാൽവറി ക്രൂശിനെ കണ്ടു നിന്ന ആളുകളെല്ലാം ഒരുപക്ഷെ പറഞ്ഞു കാണും, കണ്ടില്ലേ എത്ര നല്ല ഉപദേശം പറഞ്ഞ ആളാണ്, എത്ര ആളുകളുടെ രോഗം സൗഖ്യമാക്കിയ ആളാണ്, മരിച്ചവരെ ഉയർപ്പിക്കുക വരെ ചെയ്ത ആളാണ്, കണ്ടില്ലേ കിടക്കുന്നത്, പാവം എല്ലാം തീർന്നില്ലേ. എല്ലാം തീർന്നുവെന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായ നാച്ചുറൽ ഐസ് വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്ത്, എല്ലാം തീർന്നു, അതൊരു പരാജയമായിരുന്നെന്ന്. പക്ഷേ കാൽവറി ക്രൂശിലാണ് അവൻ ജയോത്സവം കൊണ്ടാടിയത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പോൾ എവിടെയാണ് പിശാചിൻ്റെ പരാജയം? കാൽവറി ക്രൂശിൽ. അപ്പോൾ കാൽവറി ക്രൂശിൽ അവൻ പരാജയപ്പെട്ടു എന്നുള്ളത് അവനറിയാം. അപ്പോൾ പരാജിതനായ ഇവൻ സ്വാഭാവികമായി മനുഷ്യരാണെങ്കിൽ പോലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെങ്കിലും അതിനകത്തുനിന്ന് കയറാൻ നോക്കും. പിന്നെ പിശാച് നോക്കാതിരിക്കുമോ? അതുകൊണ്ട് പിശാച് ഇനിയിപ്പോൾ പരീക്ഷ ജയിക്കാൻ പറ്റത്തില്ലെങ്കിലും ഇനിയിപ്പോൾ വേറെ ഏത് രീതിയിൽ അവന് വിജയിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ഒരു റിസർച്ച് തന്നെ അവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ 12-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഇവിടെ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് അവൻ പരാജയം സംബന്ധിച്ച് വാലും ചുരുട്ടി പോകത്തില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ മഹാശബ്ദം കേട്ട് പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ. അപ്പോൾ ക്രൂശിൽ ഇവൻ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. രാപ്പകൽ ദൈവസന്നിധിയിൽ നമ്മുടെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആരെയാണ്? വിശുദ്ധന്മാരായ ആളുകൾക്കെതിരെ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്, അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിന് മുമ്പ് പിശാച് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് പാപത്തിലേക്ക് വീഴിക്കുക എന്നുള്ളതാണ്. ഹവ്വായുടെ കാലം മുതൽ അതാ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. ഹവ്വായെ അവൻ എന്ത് ചെയ്യാണ്? നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ പോൾ തന്നെ പറയുന്നുണ്ടെന്ത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. അപ്പോൾ അവൻ്റെ പരിപാടി എന്തായിരുന്നു? ഉപായത്താൽ ജനങ്ങളെ ചതിച്ച് അവരെ പാപത്തിലേക്ക് വീഴിക്കുക എന്നുള്ളതായിരുന്നു ആരുടെ പരിപാടി? പിശാചിൻ്റെ പരിപാടി. എന്തുകൊണ്ടാണ് ഇവൻ പാപത്തിലേക്ക് ആളുകളെ വീഴിച്ചത്? കാര്യം അവനറിയാം പാപം ചെയ്യുന്ന ദേഹി നിത്യമായി നരകത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത് അവനറിയാം. അതുകൊണ്ട് ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല ആളുകളുടെയും അടുക്കൽ പിശാച് ചെന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്? അവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുക. അങ്ങനെ പാപം ചെയ്തു കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കും? അവർ നരകത്തിലേക്ക് പോകും. അവൻ്റെ കൂടെ പോകുമല്ലോ. അവനൊക്കെ അത്രയും ആളുകളെ വിൻ ചെയ്യാനായിട്ട് അവന് പറ്റും. അത്രയും ആളുകളെ അവന് നേടുവാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് അതായിരുന്നു അവൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. അവൻ്റെ ആദ്യം മുതലുള്ള പരിപാടി എന്താണ്? മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച് പാപത്തിൽ വീഴിക്കുക എന്നുള്ളതാണ്. പ്രേരിപ്പിക്കാനേ പറ്റത്തുള്ളൂ. പിടിച്ചു വലിച്ചുകൊണ്ട് ആരെയും പാപത്തിൽ കൊണ്ടുവരാനൊന്നും പിശാചിന് പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ പറയും പിശാച് എന്നെ വലിച്ചഴച്ചുകൊണ്ട് പോയെന്ന്. അങ്ങനെ പിശാചിന് വലിച്ചഴച്ചുകൊണ്ടൊന്നും പോകാനൊന്നും പറ്റുകയില്ല. നിങ്ങൾ പോയില്ലെങ്കിൽ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിശാച് പറയും വാ എന്ന് പറയും, പോയാൽ പോയി. പക്ഷേ നമ്മൾ പറയുന്നതെല്ലാം പിശാചിൻ്റെ കുറ്റമാണ്, അല്ലേ? പിശാചിൻ്റെ കുറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് എന്നെ കൊണ്ടുപോയി, പിശാച് അങ്ങനെ ചെയ്യിച്ചു. നമ്മളിത് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമ്മൾ പാപത്തെ സ്നേഹിച്ചില്ലെങ്കിൽ പിശാചിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ യേശുക്രിസ്തുവിൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള ഒരു മെസ്സേജിനകത്ത് ഇതിനൊരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടെ പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു കള്ളുകുടിയനായ മനുഷ്യൻ, അവന് രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അവൻ കള്ളുകുടിയൊക്കെ നിർത്തി. പാസ്റ്ററിനോട് പറഞ്ഞു മദ്യപാനി സ്വർഗ്ഗരാജ്യം അവകാശമാക്കിയില്ല. അവനത് വിശ്വസിച്ചു. അതുകൊണ്ട് മദ്യപാനമൊക്കെ നിർത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഇവൻ കൂട്ടുകാരുടെ കൂടെ പോയി. ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയാമോ? കൂട്ടുകാർ ഇവനെ നിർബന്ധിച്ച് ഇവനങ്ങ് മദ്യപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ഭയങ്കര മനപ്രയാസവും സങ്കടവും എല്ലാമായിട്ട് ഇവൻ പാസ്റ്ററുടെ അടുത്ത് വന്ന് മുട്ടുമേലങ്ങ് വീണു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ക്ഷമിക്കണം, ഞാൻ മദ്യപിച്ചു പോയി. പിശാച് എന്നെ വഞ്ചിച്ചു, പിശാച് എന്നെ പ്രലോഭിപ്പിച്ചു, പിശാച് എന്നെ പരീക്ഷിച്ചു, അതുകൊണ്ട് ഞാനങ്ങ് വീണുപോയി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അത് പാസ്റ്ററെ പിശാച് എന്നെ അങ്ങ് വഞ്ചിച്ചു, അതുകൊണ്ട് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, പിശാച് എന്നെ അങ്ങ് വഞ്ചിച്ചു. ശരി, ദൈവസന്നിധിയിൽ പാപമേറ്റ് പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും. പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത്. പക്ഷേ പിറ്റേ ദിവസം അവൻ കള്ളു കുടിച്ചു വന്നു. അന്നും നേരെ പാസ്റ്റർ അടുത്ത് വന്നിട്ട് വീണ് പറഞ്ഞു, പാസ്റ്ററെ പിശാച് എന്നെ വഞ്ചിച്ച്, ഞാൻ എന്ത് ചെയ്തു പോയി? മദ്യപിച്ചു പോയി. പാസ്റ്റർ പറഞ്ഞു, ചേട്ടാ അത് കൊള്ളാവില്ല, ഇന്നലെയും ബ്രദർ ഇത് തന്നെയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഇനി പിശാച് എത്ര പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് പിശാചല്ലേ, പിശാചിൻ്റെ ജോലി എന്തുവാ? പിശാച് എപ്പോഴും എന്ത് തന്നെ പറയും, പാപം ചെയ്യാനേ പിശാച് പറയത്തുള്ളൂ. അവനിപ്പോൾ അവൻ്റെ ജോലി ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലേ? നമുക്കിപ്പോൾ ആരോടെങ്കിലും ഒരാളുടെ ജോലി ചെയ്യരുതെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ പിശാചിൻ്റെ ജോലി എന്തുവാ? പ്രലോഭിപ്പിക്കുക. അതവൻ ചെയ്യും. പക്ഷേ പ്രലോഭത്തിൽ വീഴാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് ഇനി പിശാച് പ്രലോഭിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കല്ലേ, ഇല്ല പാസ്റ്റർ ഇനി മേലാൽ ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞേച്ച് പോയതാണ്. എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. പിറ്റേ ദിവസം അവനെന്ത് ചെയ്തു? പിന്നെയും വന്നു പറഞ്ഞു, ഇന്നും പിശാച് എന്നെ വഞ്ചിച്ചു, ഇന്നും പിശാച് എന്നെ പ്രലോഭിപ്പിച്ചു, ഇന്നും പിശാച് എന്നെ എന്നെ പരീക്ഷിച്ചു. ഉടനെ പാസ്റ്റർ പറഞ്ഞു, ദേ പിശാച് പരീക്ഷിക്കും, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ പിശാചിനോട് പറ, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റ് എന്ന് കർത്താവ് പറഞ്ഞ ഓർമ്മയില്ലേ? പിശാച് എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഇനി പിശാച് പ്രലോഭിക്കാൻ വരുമ്പോൾ പിശാച് എന്നെ വിട്ടുപോ എന്ന് പറയണം. വേദോസം പഠിപ്പിക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന്. അതുകൊണ്ട് ബ്രദർ, ഇനി പിശാച് വരുമ്പോൾ പ്രലോഭിപ്പിക്കുമ്പോൾ പറയണം, എന്ത്? പിശാച് എന്നെ വിട്ടുപോകുമെന്ന് പറയണം. ശരി പാസ്റ്ററെ. പിറ്റേ ദിവസം മദ്യപിച്ചു വന്നപ്പോഴത്തേക്ക് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്നും പിശാച് എന്നെ പ്രലോഭിപ്പിച്ചു. എൻ്റെ പാസ്റ്റർ ചോദിച്ചു, എൻ്റെ പൊന്നു സഹോദര, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ പിശാച് പ്രലോഭിപ്പിക്കും? ഞാൻ പറഞ്ഞില്ലേ അന്നേരം പിശാചിനോട് പിശാച് എന്നെ വിട്ടുപോകുമെന്ന് പറയാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് ബ്രദർ പറഞ്ഞോ പിശാചിനോട് എന്നെ വിട്ടുപോ എന്ന്? ഇല്ല, ഞാൻ പറഞ്ഞില്ല. അതെന്താ? അല്ല, പറഞ്ഞാൽ പിന്നെ നാളെ അവൻ വന്നില്ലെങ്കിലോ ഒന്ന് പേടിച്ച. അപ്പോൾ പിശാചെ എന്നെ വിട്ടുപോകുമെന്ന് പറയാൻ എന്തുകൊണ്ടാ? നാളെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? പിശാച് വരണമെന്നും പ്രലോഭിപ്പിക്കണമെന്നും ഒന്ന് വീഴണമെന്നും ഒക്കെയുള്ള ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട്. പലപ്പോഴും ആളുകൾ വീഴുന്നത് അവർക്ക് ദൈവം സഹായിക്കാഞ്ഞിട്ടൊന്നുമല്ല, പിശാച് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതല്ല. പലപ്പോഴും നമ്മൾ പാപത്തിൽ വീഴുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? നമ്മൾ പാപത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ബിക്കോസ് വി ലവ് സിൻ. നമ്മൾ പാപത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, പാപത്തെ സ്നേഹിക്കുന്ന ഒരുത്തിന് പാപത്തിൽ നിന്നൊരിക്കലും വിമോചനം കിട്ടത്തില്ല. പാപരഹിതമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആവശ്യമായിരിക്കുന്നത് പാപത്തോടുള്ളൊരു വെറുപ്പാണ്. വി നീഡ് ടു ഹെയ്റ്റ് സിൻ. യേശു കർത്താവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നു. ഹി ലവ് സിന്നേഴ്സ് ബട്ട് ഹി ഹെയ്റ്റ് സിൻ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്തായിരിക്കണം? പാപത്തെ
വെറുക്കുന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് പറ്റൂ? നമുക്ക് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ആദ്യകാലം തൊട്ട് എന്നും പിശാചിൻ്റെ ജോലി എന്നായിരുന്നു? മനുഷ്യനെ പാപത്തിൽ വീഴിക്കുക. പാപത്തിൽ വീഴിക്കുന്ന മനുഷ്യൻ തീർച്ചയായും എവിടെ ഉള്ളൂ? പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. അവൻ ദൈവത്തോടുള്ള നിത്യ സംസർഗത്തിൽ നിന്ന് നിത്യമായി ദൂരെ പോവുകയും ഒടുവിൽ അവൻ നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് എന്ത് ചെയ്തു? മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ സ്വയം ഏറ്റെടുത്ത് അവനവൻ്റെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അവൻ മരിച്ചതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമ്മുടെയൊക്കെ പാപങ്ങളുടെ ശിക്ഷ കർത്താവ് ഇല്ലായ്മ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് പാപിയായ ഒരു മനുഷ്യൻ അവൻ തരുന്ന ഈ പാപമോചനം ഏറ്റെടുക്കുന്നുവെങ്കിൽ പിന്നെ പാപിയായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ഏറ്റെടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ മറന്നു പോകരുത്. യേശു കർത്താവ് 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ സകല മനുഷ്യരുടെയും പാപങ്ങൾ മോചിക്കപ്പെട്ടില്ലേ? ഇല്ലേ? മോചിക്കപ്പെട്ടു. പക്ഷേ ഇത് നമുക്കൊരാളൊരു ചെക്ക് തരുന്നത് പോലെയാണ്. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലോട്ട് ഒരാളൊരു 2 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ ചെക്ക് തന്നു വയ്ക്കുക. ആ ചെക്ക് എൻ്റെ കയ്യിലിരുന്നുകൊണ്ട് കയ്യിലിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഈ ചെക്ക് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഞാനതിൻ്റെ പുറകിൽ സൈൻ ചെയ്ത് ബാങ്കിൽ കൊടുത്ത് അത് എൻകാഷ് ചെയ്താലേ എനിക്കൊരു ചായ കുടിക്കാൻ പോലും പറ്റുള്ളൂ. 10 ലക്ഷം രൂപയുടെ ചെക്ക് എൻ്റെ കയ്യിലിരുന്നാലും വഴി കടയെന്നൊരാൾ എൻ്റെ 10 ലക്ഷം രൂപയുടെ ചെക്ക് ഇരിപ്പുണ്ട്, ഒരു ചായ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അയാൾ ചായ തരുമോ? ഇല്ല. ഇവിടെ ചായ തരണമെങ്കിൽ എന്ത് വേണം? ക്യാഷ് വേണം. എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമ്മുടെ സകല മനുഷ്യരുടെയും പാപങ്ങൾ മോചിക്കപ്പെട്ടു. അത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. നമ്മളതിൻ്റെ പുറകിലൊന്ന് ഒപ്പിടണം. കർത്താവേ, എനിക്കിത് വേണം, ഞാനിത് സ്വീകരിക്കണം, ഞാനിത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ടാൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. പക്ഷേ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകപ്പെടാനായിട്ട് നിന്നു കൊടുക്കുന്നവൻ മാത്രമേ പാപമോചനം പ്രാപിക്കത്തുള്ളൂ. ഓക്കെ. കാൽവറി ക്രൂശിൽ യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചതുകൊണ്ട് ഇനി നമ്മളാരും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവസന്നിധിയിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ കയറി നിന്നാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ പ്രശ്നമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിശാച് ഒരു ഭയങ്കര പാർട്ടിയാണ്. അവൻ എത്ര വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ രാപ്പകൽ നമ്മുടെ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവസന്നിധി നമ്മൾ നിൽക്കുമ്പോൾ പിശാചി അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? തീർച്ചയായും അവൻ കുറ്റം ചുമത്തുന്നതായ ഒരു സ്റ്റേജ്, കുറ്റം ചുമത്തുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ ദൈവസന്നിധിയിൽ പിശാചിൻ്റെ ജോലി അതാണ്. അത് രാപ്പകൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, രാത്രിയും പകലും. പക്ഷേ ഇതിനു വേണ്ടി അല്ലാതെ ഒരിക്കലും ഇവന് പിശാചിന് ദൈവത്തിൻ്റെ സന്നിധി കയറാൻ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയായി പിശാച് ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, പിശാച് എവിടെ നിൽക്കുക? ദൈവത്തിൻ്റെ സന്നിധിയിൽ. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിശാചിന് കയറാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അല്ലേ? ഇപ്പം നമുക്ക് ഒന്നാലോചിച്ച് നോക്കിയേ. സാത്താൻ ഇയ്യോബിനെ കുറ്റം ചുമത്താൻ എവിടെ കയറി ചെന്നു? ദൈവത്തിൻ്റെ സന്നിധിയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിശാചിന് എങ്ങനെയാണ് കയറാൻ പറ്റുന്നത്? അവൻ ഒരിക്കലും വിശുദ്ധനായതുകൊണ്ടും വീണ്ടെടുക്കപ്പെട്ടവനായതുകൊണ്ടൊന്നും അല്ലല്ലോ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കയറാൻ പറ്റുന്നത്. പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി കയറാൻ പറ്റുന്നത്? അവിടെയാണ് കുറ്റം ചുമത്തെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ ഇപ്പോഴത്തെ സുപ്രീം കോടതിയിലോട്ട് എനിക്ക് ചുമ്മാ കയറി ചെല്ലാൻ പറ്റുമോ? സുപ്രീം കോർട്ടിൽ അല്ലെങ്കിൽ ഒരു കോടതിയിൽ ആർക്കാണ് കയറി ചെല്ലാൻ പറ്റുന്നത്? കുറ്റവാളിയാണെങ്കിൽ കയറി ചെല്ലാൻ പറ്റുന്നിരിക്കും. അല്ലെങ്കിൽ വേറൊരാൾക്ക് കയറി ചെല്ലാൻ പറ്റുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ എന്തെങ്കിലും കുറ്റം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ വാദിക്കും എവിടെ കയറി ചെല്ലാം? കോടതിയിൽ കയറി ചെല്ലാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മിഖായേലും അവൻ്റെ ദൂതന്മാരും സാത്താനോട് പടവെട്ടി എന്നാണ്. അപ്പം മിഖായേലും അവൻ്റെ ദൂതന്മാരും ഈ സാത്താൻ കയറി നിൽക്കുമ്പോൾ നമ്മുടെ ഈ വാച്ച് ആൻഡ് വാർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ദൈവത്തിൻ്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ദൂതന്മാർ. അപ്പോൾ ഇവർ കയറി ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടെ കയറാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു, ഇല്ല, എനിക്ക് ആ നിൽക്കുന്ന സാജുവിനെതിരെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? കയറ്റി വിട്ടാലേ പറ്റുള്ളൂ. അങ്ങനെ കയറിയതവൻ. അങ്ങനെ അകത്ത് കയറി
കുറ്റങ്ങളെല്ലാം ഇവൻ ഇന്ന പാപം ചെയ്തിട്ടുണ്ട്, ഇന്ന പാപം ചെയ്തിട്ടുണ്ട്, ഇന്ന പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ള കുറ്റങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് ഇത്രയും കുറ്റങ്ങളെല്ലാം കൂടെ, അത് ചുമ്മാ കള്ളമെന്ന് പറയുന്നതല്ല. ദൈവത്തിന് മുമ്പിലും അവന് ചെന്ന് കള്ളം പറയാൻ പറ്റും? ഏതാണെങ്കിലും കർത്താവിൻ്റെ അടുത്ത് അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവൻ കള്ളമേ പറയത്തുള്ളെങ്കിലും ഇവിടെ പറയുന്നത് അവന് പോയി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഉടനെ പറയത്തില്ല നീ കള്ളമാണ് പറയുന്നത്, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് അവൻ പറഞ്ഞതെല്ലാം ശരിയാ, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവന് ചെന്ന് പറയുന്നതെല്ലാം, ഇല്ലേ? പക്ഷേ ഈ ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റുമായിട്ട് പിശാച്, അപ്പോൾ ഒരു വലിയ നീണ്ട ലിസ്റ്റുമായിട്ട് അവൻ വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിലെ ഓരോ കാര്യങ്ങളും എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ദൈവത്തെ ഇവൻ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ഞാനിങ്ങനെ തലയും കുനിഞ്ഞിരിക്കുക, അല്ലാതെ എന്തോ ചെയ്യാനാ? അപ്പോൾ പിശാചിനോട് കർത്താവ് ചോദിക്കുന്നു, ശരി, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ വചനത്തിലുണ്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം, അതുകൊണ്ട് ഇവന് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, ഇവനെ എൻ്റെ കൂടെ നരകത്തിലോട്ട് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ. അതാണ് നീതി, അതാണ് ന്യായം. പിന്നെ കർത്താവ് എന്താ പറയുന്നത്? ന്യായമല്ലേ, അപ്പം സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ ഈ പറഞ്ഞ പാപങ്ങളെല്ലാം അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ഇവൻ നരകത്തിൽ പോയാലേ പറ്റുള്ളൂ. പക്ഷേ ഇവനെതിരെയുള്ള കുറ്റങ്ങൾ നീ ഇവിടെ നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെതിരെയുള്ള പാപങ്ങളുടെ കുറ്റപത്രം, നമ്മളിപ്പോൾ ഏത് കോടതിയാണെങ്കിലും FIR ഉണ്ടല്ലോ, അല്ലേ? അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുമല്ലോ. ആ കുറ്റപത്രം എവിടെ? അതായത് ഞാൻ ചെയ്ത പാപങ്ങളുടെ കുറ്റപത്രം അതെവിടെയാണ്? അത് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ശിക്ഷ വിധിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ പാപങ്ങളുടെ കുറ്റപത്രം എവിടെയാ? അത് സാത്താൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അവിടെയാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ ആ ഭാഗം പല ഭാഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് പെട്ടെന്നങ്ങ് പറയുകയാണ്. കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, പക്ഷേ ക്ഷമിച്ചത് മാത്രമല്ല, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്താണ് മായിച്ചത്? കൈയെഴുത്ത്, ചട്ടങ്ങളല്ല കേട്ടോ. ഇപ്പം ചില പാട്ടുകളുണ്ട് പറയുന്നത് പഴയ നിയമമൊക്കെ കർത്താവ് മായിച്ച് കളഞ്ഞെന്ന്. പഴയ നിയമമൊക്കെ കർത്താവ് അങ്ങ് മായിച്ച് കളഞ്ഞെന്ന്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ചട്ടങ്ങൾ, ന്യായപ്രമാണം അത് മായിച്ച് കളഞ്ഞോ? ഇല്ല, അത് മായിച്ച് കളയാൻ പറ്റത്തില്ല. കാര്യം അത് ആരെഴുതി കൊടുത്തതാണ്? ദൈവം എഴുതി കൊടുത്തതാണ്. ദൈവത്തിൻ്റെ പ്രമാണത്തിന് മാറ്റമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. മായിച്ചതെന്താണ്? കൈയെഴുത്ത്, അഥവാ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ്. അല്ലാതെ ദൈവത്തിൻ്റെ ന്യായപ്രമാണമല്ല മായിച്ച് കളഞ്ഞത്. ഇപ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്ന ഇതാണ്, എന്താ? ലോ ഈസ് നോ മോർ, ഓൾഡ് ടെസ്റ്റമെൻറ്റ് ലോ, അല്ലെങ്കിൽ അതുകൊണ്ട് ന്യായപ്രമാണം ദൈവം എന്ത് ചെയ്ത് കഴിഞ്ഞു? മായിച്ച് കളഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. അതുകൊണ്ട് ആരും നിങ്ങളെ വഞ്ചിച്ച് കളയരുത്. ഇവിടെ ഇപ്പം ഭയങ്കര മീറ്റിങ്ങുകളിലെല്ലാം ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ലോ ഈസ് ഫിനിഷ്ഡ്, ന്യായപ്രമാണം തീർന്നു, ഇനിയിപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് എന്തോ വേണമെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. കർത്താവ് ന്യായപ്രമാണത്തെ മായിച്ച് കളഞ്ഞില്ല. പക്ഷേ ന്യായപ്രമാണത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയാതിരുന്നപ്പോൾ എനിക്കെതിരെ ഒരു കുറ്റപത്രം ഉണ്ടായി. എന്താണ് കുറ്റപത്രത്തിൽ എഴുതുന്നത്? കുറ്റപത്രത്തിൽ ഞാൻ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളതാണ് എഴുതുന്നത്. അപ്പോൾ സാജു ചെയ്ത കുറ്റങ്ങളുടെ ലിസ്റ്റ് യേശു കർത്താവ് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് മായിച്ചു കളഞ്ഞു. അതേ മായിച്ചു കളഞ്ഞുള്ളൂ. എന്താണ്? എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ്, അല്ലാതെ ന്യായപ്രമാണമല്ല. എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് അവൻ ക്രൂശിൽ തറച്ച് നടുവിൽ തറച്ച് മായിച്ചു കളഞ്ഞു. ഹി നെയിൽഡ് ഇറ്റ് ഇൻ ടു ദ ക്രോസ്. നെയിൽഡ്, അവൻ തറച്ചു വെച്ചു. ഇനി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെയാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. കാര്യം പിശാചിൻ്റെ കയ്യിൽ എനിക്കെതിരെ പോരാടാനുണ്ടായിരുന്ന ആയുധം എന്താണ്? എൻ്റെ കുറ്റപത്രമാണ്.
അല്ലാതെ നിങ്ങളാരും ചിന്തിക്കേണ്ട പിശാച് രാത്രി കൊമ്പും ഒക്കെ ആയിട്ട് പഴയ ഒനീഡ ടി വിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ, അതുപോലെ വന്ന് കൊമ്പ് കൊണ്ട് കുത്തുമെന്നൊന്നും ആരും ചിന്തിക്കണ്ട. കാര്യം അവൻ്റെ ആയുധം എന്ന് പറയുന്നത് കൊമ്പൊന്നും അല്ല. അവൻ്റെ ആയുധം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ പോയി കഴിക്കുമ്പോഴത്തേക്ക് ഒരു മുട്ട തന്നു, ആ മുട്ടയൊന്നും അല്ല അവൻ്റെ ആയുധം. അത് തിന്നാൽ ഉടനെ നിങ്ങളിലേക്ക് പിശാച് കടക്കുമെന്നൊന്നും ആരും ചിന്തിക്കണ്ട. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ച മുട്ടയിലൂടാണോ? അല്ലല്ലോ. ആണോ? വസ്തുവിനകത്തോടൊന്നും ആത്മാവ് കയറത്തില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. വസ്തുവിനകത്തൂടെ ആത്മാവ് കയറത്തില്ല, പരിശുദ്ധാത്മാവും കയറത്തില്ല, ദുഷ്ടാത്മാവും കയറത്തില്ല വസ്തുവിനകത്തൂടെ. അതുകൊണ്ട് നിങ്ങളെ ആരും, പ്രവാചകന്മാരുൾപ്പെടെ ആരും ഒന്ന് കളിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, ഏത് അവിടെ ചെന്നപ്പോൾ കഴിച്ചത്, അവിടെ ചെന്നപ്പോൾ കുടിച്ചത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആരും നിങ്ങളെ കളിപ്പിക്കരുത്. കാര്യം അതിനകത്തോടൊന്നും നിങ്ങൾ എന്ത് മന്ത്രം, ഞാൻ ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടുത്തെ മന്ത്രവാദമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും കുട്ടിക്കളിയാണ് അല്ലേ. എന്നാൽ അവിടെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഏത് മന്ത്രവാദിയെ കൊണ്ട് എന്തോ ചെയ്യിച്ച് മുട്ടയ്ക്കകത്തോ എന്തിനകത്താണെങ്കിലും ചീമുട്ടയാകാതിരുന്നാൽ മതി, എനിക്ക് തന്നാൽ മതി, ഞാൻ തിന്നോളാം, എനിക്കൊന്നും ബാധിക്കത്തില്ല. എന്തുകൊണ്ട് ബാധിക്കത്തില്ല? ഞാനൊരു ദൈവവൈദ്യല, മുട്ടയ്ക്കകത്തുള്ള വല്ലതും എനിക്ക് ആത്മാവ് കയറ്റാൻ പറ്റുമോ? അവർക്ക് ഒന്നും നടക്കത്തില്ല. അപ്പോൾ പിശാചിൻ്റെ ആയുധമെന്ന് പറയുന്നത് കൊമ്പല്ല, മുട്ടയല്ല, അങ്ങനത്തെ ഒന്നുമല്ല, കൂടോത്രമല്ല. പിശാചിൻ്റെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാപങ്ങളുടെ കുറ്റപത്രമാണ്. ആ പിശാചിൻ്റെ ആയുധവർഗമാണ് അവൻ എന്ത് ചെയ്തത്? കാൽവറി ക്രൂശിൽ പൊട്ടിച്ചു കളഞ്ഞു, എടുത്തു കളഞ്ഞത്. പിശാചിൻ്റെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിച്ചിട്ട്, അവൻ്റെ ആയുധം വാങ്ങിച്ചിട്ട് അവൻ ക്രൂശിൽ തറച്ചു. ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ അതൊരു പാരഫ്രൈസ് വേർഷനിൽ ലിവിംഗ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലഡ്. അവൻ്റെ രക്തം കൊണ്ട് അവനതങ്ങ് ഒപ്പിയെടുത്തെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ നോക്കിയാൽ ലെറ്റർ പോലും ഇല്ല, കാണാനും ഒന്നുമില്ല. നമ്മൾ ഈ ന്യൂസ് പേപ്പറൊക്കെ റീസൈക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു പ്രോസസ്സുണ്ട്, ഡീ ഇങ്കിങ് എന്ന് പറയും. ഈ ഡീ ഇങ്കിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ പിന്നെയും പേപ്പർ ആക്കുമ്പോഴത്തേക്ക് അതെന്താ കറുത്തിരിക്കാത്തത്? യു ഗെറ്റ് വൈറ്റ്. നമുക്ക് പിന്നെയും വൈറ്റ് പേപ്പർ കിട്ടാൻ കാര്യം, ഈ പുതിയ പേപ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിനകത്തുണ്ടായിരുന്ന കാർബൺ മുഴുവൻ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. നമ്മൾ കാർബൺ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ എഴുതുന്നതൊക്കെ വായിക്കാൻ പറ്റുന്നത് അല്ലേ. മഷി കൊണ്ടാണല്ലോ ഇതൊക്കെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ മഷി മുഴുവൻ വലിച്ചെടുക്കുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ പിന്നീട് എന്ത് തന്നെ ആയിരിക്കും? അതൊരു വൈറ്റ് പേപ്പർ തന്നെ ആയിരിക്കും ഇല്ലേ. ഇതുപോലെ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ പിശാചിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുറ്റപത്രം വാങ്ങിച്ച് തടച്ചെന്ന് മാത്രമല്ല, അതിലെ എഴുത്തുകളെല്ലാം മായിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലഡ്. ഇപ്പോൾ അതിനകത്ത് എന്തുമാത്രം അവൻ്റെ രക്തം കൊണ്ട് അവൻ അത് ഒപ്പിയെടുത്തു. അപ്പോൾ കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ അടുത്ത് എൻ്റെ കുറ്റങ്ങളെല്ലാം കൂടെ പറയാനായിട്ട് പിശാചി എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിശാചിനോട് കർത്താവ് പറഞ്ഞു, ശരിയാണ്, പക്ഷെ അവൻ്റെ കുറ്റപത്രം എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അവൻ പറഞ്ഞു, എൻ്റെ കയ്യിലില്ല, പിന്നെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവനൊരു പക്ഷേ കൈയൊക്കെ ചൂണ്ടി കാണിക്കുമായിരിക്കും. പക്ഷെ കാണിച്ചിട്ട് കാര്യമില്ല. കർത്താവ് അവിടെ നോക്കിയിട്ട് പറയും, ഞാനവിടെ കടലാസ് കാണുന്നുണ്ട്, പക്ഷെ അവിടുത്തെ ഒന്നും എഴുതിയത് കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ അതിൽ കാണുന്നത് എൻ്റെ പുത്രൻ്റെ രക്തം മാത്രമാണ്. അതാണ് കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്കെതിരെ അപവാദം പറയുന്ന ഈ അപവാദി എന്നെ കുറ്റം ചുമത്താൻ വന്നപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? 11-ാമത്തെ വാക്യത്തിൽ, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. പിശാച് എന്നെക്കുറിച്ച് പറയാനുള്ള അപവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ അപവാദം ഞാൻ ചെയ്ത പാപങ്ങളാണ്. അത് ജയിക്കാനായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ മാർഗം? കുഞ്ഞാടിൻ്റെ രക്തം. വേറെ ഒന്നുകൊണ്ടും എനിക്കവിടെ ജയിക്കാൻ കഴിയുകയില്ല, വേറെ ഒന്നുകൊണ്ടും. ഇനി വേറെ എന്ത് അപവാദമാണ് ഇവന് പറയാൻ കഴിയുന്നത്? രണ്ടാമത്തെ അപമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ യേശുവിൻ്റെ അടുക്കൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഇയ്യോബിനെക്കുറിച്ചുണ്ടായിരുന്ന അപവാദം എന്താണ്? ഇയ്യോബിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇയ്യോബിനെക്കുറിച്ച് അതിൻ്റെ 1-ാം അധ്യായത്തിൽ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ പിശാച് അല്ലെങ്കിൽ സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്ന്
അവനെക്കുറിച്ച് പറയുന്ന പ്രത്യേകമായിട്ടുള്ള അപവാദങ്ങൾ അവൻ പാപിയാണെന്നല്ല. ഞാൻ കയറി നിന്നാൽ അവൻ എന്തോ പറയും, സാജു പാപിയാണെന്നുള്ളത് അവന് പറയാം. ഞാൻ ഇഷ്ടം പോലെ പാപം ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവന് ചെന്ന് പറയാം. പക്ഷേ ഇയ്യോബിനെക്കുറിച്ച് അങ്ങനെ പാപത്തിൻ്റെ കാര്യം പറയാൻ അവന് പറ്റുന്നില്ല. കാര്യം ചെന്നപ്പോഴേ കർത്താവ് ചോദിക്കുന്നത്, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചു, അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ആരും ഇല്ലല്ലോ. പിന്നെന്താ പറയുന്നത്? ദൈവം തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, എന്തുവാ, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ, അവനെപ്പോലെ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി ചെന്നിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, അവൻ പാപിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പാപി അല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് ആരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ അവൻ പറഞ്ഞു, ശരിയാ, അവൻ പാപിയാണെന്നും ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല, പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, അവൻ നിൻ്റെ പുറകെ നടക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാര്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയും, ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് എന്ത്? വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? അല്ലേ, സമ്മതിച്ചു, അവൻ പാപമൊന്നും ചെയ്തില്ല, പക്ഷെ അവൻ ദൈവഭക്തനാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാ അവൻ ദൈവഭക്തനായിരിക്കുന്നത്? വെറുതെ ആണെന്നാണോ നിൻ്റെ ചിന്ത? അങ്ങനെ വെറുതെ ഒന്നുമല്ല. വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവന് ചുറ്റും, അവൻ്റെ വീട്ടിന് ചുറ്റും, അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടിയില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെയാണ് അവൻ നിൻ്റെ പുറകെ വരുന്നത്. ഒന്ന്, നീ അവനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു, നീ അവന് വേലി ചുറ്റി പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. 2, നീ അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. 3, അവൻ്റെ മൃഗസമ്പത്ത് വർദ്ധിച്ചു വരുന്നു. ഹിസ് വെൽത്ത് ഈസ് ഇൻക്രീസ്ഡ്. സോ അവനെ നീ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവൻ്റെ പ്രവൃത്തിയെ നീ അനുഗ്രഹിക്കുന്നു, അവൻ്റെ സമ്പത്ത് വർദ്ധിച്ചു വരുന്നു. അതിനൊക്കെ കൊണ്ടല്ലേ അവൻ ഈ നിൻ്റെ പുറകെ നടക്കുന്നത്. കാര്യം അവനറിയാം, അവൻ ഭക്തനല്ലെങ്കിൽ ഇതൊന്നും അവന് കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാ അവൻ നിൻ്റെ പുറകെ വരുന്നതെന്നാണ് സാത്താൻ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സാത്താൻ പറയുന്ന 2 തരത്തിലുള്ള അക്യൂസേഷൻസ് ആണ്. ഒന്ന്, ഞാനൊരു പാപിയാണെന്നുള്ളത് അവൻ പറയും, അതാണ് അവൻ്റെ ഫസ്റ്റ് അക്യൂസേഷൻ. 2-ാമത്തെ അക്യൂസേഷൻ എന്താണ്? പാപിയാണെന്നുള്ളത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് എന്ത് പറയും? അവൻ നിൻ്റെ പുറകെ വന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. ഇയ്യോബിൻ്റെ കാര്യത്തിൽ ഇയ്യോബിന് വേണ്ടി ദൈവം വാദിച്ചെങ്കിലും അവൻ പാപി അല്ലെന്ന് സമ്മതിച്ചെങ്കിലും, അല്ലെങ്കിൽ പാപി അല്ലെന്ന് സമർത്ഥിച്ചെങ്കിലും, എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ പറയാനൊന്നും പറ്റുകയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പിശാച് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ ഏക മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ പാപമൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ അതെല്ലാം എൻ്റെ കർത്താവ് അവൻ്റെ രക്തത്താൽ മായിച്ചു കളഞ്ഞു. കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി അപവാദിയുടെ കുറ്റാരോപണത്തിൻ്റെ 1-ാമത്തെ മുനയൊടിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നമുക്കൊക്കെ ദൈവസന്നിധിയിൽ ചെന്നാൽ നമ്മളെക്കുറിച്ചൊക്കെ കുറ്റം പറയാനുണ്ടോ പിശാചിന്? തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലേ? പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? ശരിയാണ്, ഞാനൊരു പാപിയായിരുന്നു, പക്ഷേ പാപിയായിരുന്ന എന്നെ കർത്താവ് അവൻ്റെ രക്തത്താൽ കഴുകി, കുഞ്ഞാടിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു എന്ന് പറയാനായിട്ട് പറ്റും. 2-ാമത്തെ അപവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യേശുവിൻ്റെ പുറകെ പോയത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. അവന് സംരക്ഷണം വേണം, അവന് അവൻ്റെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടണം. 3, അവന് സമ്പത്ത് വർദ്ധിപ്പിക്കണം. ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് സംഭവിച്ചത്? അല്ലെങ്കിൽ ഇയ്യോബ് അതിനുവേണ്ടിയാണ് ഇയ്യോബ് ദൈവത്തിനോടുള്ള ഭക്തി മുറുകെ പിടിച്ചതെന്നാണ് പിശാചിൻ്റെ ആരോപണം. ദൈവം എന്ത് ചെയ്തു? നോ, അതുകൊണ്ടൊന്നുമല്ല. അവൻ എന്നെ മാത്രം നോക്കിയാണ് ഇറങ്ങിയത്. അവൻ്റെ സമ്പത്തൊന്നും നോക്കിയാൽ, ഞാൻ കൊടുക്കുന്ന സമ്പത്തൊന്നും നോക്കിയല്ല. ഉടനെ പിശാച് പറഞ്ഞു, തൃക്കൈ കൊണ്ട് നീ അവനെ ഒന്ന് തൊട്, അന്നേരം അറിയാം ഇവൻ്റെ ഭക്തി എന്തോ ഉണ്ടെന്നുള്ളത്. നീ ഇതൊക്കെ ഒന്ന് എടുത്തു കള, നീ വേലി ഒന്ന് പൊളിച്ചതാ, ഞാനൊന്ന് കയറട്ടെ, അന്നേരം അറിയാം അവൻ നിൻ്റെ പുറകെ വരുമോ ഇല്ലയോ എന്നുള്ളത്. ദൈവം എന്ത് പറഞ്ഞു? ശരി, ഞാൻ വേലി പൊളിച്ചു തന്നിരിക്കുന്നു, നീ അവൻ്റെ സമ്പത്ത് എടുത്തോ, അവനുള്ളതൊക്കെ എടുത്തോ, എന്നാലും അവൻ എൻ്റെ പിന്നാലെ വരും. ഇയ്യോബിനെക്കുറിച്ച് എന്തോ ഒരു കോൺഫിഡൻസ് ആകുന്നില്ലേ പ്രിയമുള്ളവരെ? നമ്മളെക്കുറിച്ച് ഇതുപോലെയുള്ള ഒരു കോൺഫിഡൻസ് ദൈവത്തിനുണ്ടാകുമോ? പിശാച് നമ്മളെക്കുറിച്ച് ഇതൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അല്ലേ?
ഏതാണെങ്കിലും ദൈവത്തിനും വ്യത്യാസം ഉണ്ടാകത്തില്ല, പിശാചിനും വ്യത്യാസം ഉണ്ടാകത്തില്ല. പിശാചി എന്ന് പറയാൻ സാധ്യതയുള്ളത് സാജു ഒരു പാപിയാണ്, അതിന് എനിക്ക് എന്താണെങ്കിലും കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ജയിക്കാൻ പറ്റും. പക്ഷേ രണ്ടാമത് സാത്താൻ ചെന്ന് പറയുന്ന കാര്യം എന്താണ്? സാജു യേശുവിൻ്റെ പുറകെ പോയത് അവന് സംരക്ഷണം കിട്ടാനും അവനൊരു ജോലി ശരിയാകാനും അവന് പൈസ ഉണ്ടാകാനും അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും കുറച്ചുകൂടെ കാശുണ്ടാക്കാനും, അതിനൊക്കെ നീ ഒരു നല്ല മാർഗമാണ്, ഭക്തിയോടെ ജീവിച്ചാൽ അതെല്ലാം നിനക്ക് കിട്ടുമെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ നിൻ്റെ പിന്നാലെ വന്നു. ഇത് പറഞ്ഞാൽ ദൈവം എന്തോ പറയും? അല്ല, അവൻ യേശു മാത്രം മതി, അല്ലെങ്കിൽ നീ എല്ലാം എടുക്ക് എന്ന് നമ്മളെക്കുറിച്ച് കർത്താവ് പറയുമോ? പറഞ്ഞാൽ തന്നെ നമ്മൾ സമ്മതിക്കുമോ? കാരണം നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകളും യേശുവിൻ്റെ പുറകെ പോയത് വേറെ എന്തോന്നിനാ? നമ്മളിൽ മിക്കവരും യേശുവിൻ്റെ പുറകെ പോയത് യേശുവിനെ ഉദ്ദേശിച്ചല്ലല്ലോ. എന്താ ഉദ്ദേശിച്ചാണ് പോയത്? നമുക്ക് ചില ചില്ലറ കാര്യങ്ങളിലൊക്കെ ഒരു സംരക്ഷണം, ആരും നമ്മളെ സ്പർശിക്കാതെ തൊടാതെ, മറ്റുള്ളവരൊന്നും ഉപദ്രവിക്കാതെ, പിന്നെ പ്രൊട്ടക്ഷൻ വേണമായിരുന്നു, പിന്നെന്ത് വേണമായിരുന്നു, പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ്, നമ്മളുടെ സമ്പത്തുകളൊക്കെ വേണമായിരുന്നു. അത് തന്നെയല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അനുഗ്രഹിക്കപ്പെടണമായിരുന്നു, അല്ലേ? ജോലി വേണമായിരുന്നു, ജോലിയിൽ ഉന്നമനം വേണമായിരുന്നു, പ്രൊമോഷൻ വേണമായിരുന്നു, അല്ലെങ്കിൽ നഷ്ടമാകുമായിരുന്ന ജോലി മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു, ബിസിനസ് വേണമായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്തുവാ? ബിസിനസ് വേണമായിരുന്നു തന്നെയല്ല, ജീവിക്കാൻ മാത്രം പോലെ സമ്പത്ത് എന്ത് ചെയ്യണം? വർദ്ധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഇന്നിപ്പം നമ്മൾ മിക്കവരും യേശുവിൻ്റെ അടുത്തോട്ട് പോകുന്നത്? ഐ എം ജസ്റ്റ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് തന്നെയല്ലയോ എല്ലാവരും പറയുന്നതും? നീ ആരാധിച്ചാൽ നിനക്കെല്ലാ കാര്യങ്ങളും കിട്ടും, നീ ആരാധിച്ചാൽ നിൻ്റെ സമ്പത്ത് വർദ്ധിക്കും, നീ ആരാധിച്ചാൽ നിൻ്റെ ബന്ധനം അഴിയും, നിൻ്റെ ചങ്ങല പൊട്ടും, നിനക്ക് ആരാധിച്ചാൽ അത് കിട്ടും, ഇത് കിട്ടും. ഇതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ കേട്ടോണ്ടല്ലേ ജനങ്ങൾ വരുന്നത്? ഇതിനകത്ത് എത്ര പേര് യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്? കർത്താവ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ലസ്റ്റ് ഓഫ് ദി ഐസ്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ദ പ്രൈഡ് ഓഫ് ലൈഫ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതാണ് നമ്മളെ വഞ്ചിക്കുന്ന നമ്മുടെ ശത്രുക്കൾ. പക്ഷേ ലസ്റ്റ് ഓഫ് ദി ഐസിനും ഇതിനു വേണ്ടിയല്ലേ നമ്മൾ പുറകെ പോകുന്നേ? കൺമോഹത്തിനും ജഡമോഹത്തിനും ജീവനത്തിൻ്റെ പ്രതാപത്തിനുമല്ലേ ഇന്ന് ഉപവാസ പ്രാർത്ഥന തന്നെ നടക്കുന്നത്. നമ്മളിൽ പലരും ഉപവാസം എടുക്കുന്നതിനാണെന്നറിയാമോ? നമ്മുടെ കണ്ണ് മോഹിച്ചത് കിട്ടാൻ വേണ്ടിയാണ്. കൺമോഹം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കണ്ണ് മോഹിക്കുന്നതാണ് കൺമോഹം. കണ്ണ് മോഹിച്ചത് വാങ്ങിക്കാൻ കൈ കാശില്ലെങ്കിൽ നമ്മളെന്തോ ചെയ്തോളും? ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചത് കിട്ടും എന്ന് പറയുന്നു. ദൈവം യേശുവിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ഉപേക്ഷിക്കണോ ആ കാര്യത്തിൻ്റെ പേരിലാവുകയാണെങ്കിൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് യേശുവിനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ഇവര് ഫസ്റ്റ് സെഞ്ച്വറി ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ, അല്ലെങ്കിൽ അവരോടുള്ള ദൂതായിട്ടാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ഫസ്റ്റ് സെഞ്ച്വറി ക്രിസ്ത്യൻസിനെ കുറിച്ച് പിശാചി ആരോപണം നടത്തിയപ്പോൾ അവരെന്ത് പറഞ്ഞു? ഇയ്യോബിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ. ഇയ്യോബിൻ്റെ കാര്യത്തിൽ കർത്താവ് പറഞ്ഞു, ഇയ്യോബല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞു, അല്ല, അവൻ എന്നെ സേവിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, പദവികൾക്ക് വേണ്ടിയല്ല, അവൻ എന്നെ സ്നേഹിക്കുന്നത് സമ്പത്തിന് വേണ്ടിയല്ല, അവനുള്ള സകലതും എടുത്താലും അവൻ എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഈ ന്യൂ ടെസ്റ്റമെൻറ്റ് ക്രിസ്ത്യൻസിൻ്റെ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെക്കുറിച്ച് പിശാച് ഇതേ ആരോപണം നടത്തിയപ്പോൾ എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? അവർ പിശാചിനെ ജയിക്കുന്നത് അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിയിൻ വചനങ്ങളാലും. എന്താ സാക്ഷിയിൻ വചനങ്ങളാൽ? ചിലപ്പോൾ ചില അമ്മച്ചിമാർക്കൊണ്ട് എല്ലാ ആഴ്ചയിലും സാക്ഷി പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. എന്നാ മോനെ, വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പിശാചിനെ നമ്മൾ ജയിക്കുന്നത് എങ്ങനെയാണെന്നാ? സാക്ഷിയിൻ വചനങ്ങളാണെന്ന്. പ്രിയമുള്ളവരെ, സഭായോഗത്തിന് സാക്ഷി പറയുന്നത് കൊണ്ടൊന്നും ആരും പിശാചിനെ ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാക്ഷി എന്താണ് പറയുന്നത് എന്നുള്ളതാണ് വിഷയം. ഇവിടെ പിശാചിനെ ജയിച്ച സാക്ഷ്യം എന്തായിരുന്നു? അതിൻ്റെ താഴെ പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ എന്തായിരുന്നു അവരുടെ സാക്ഷ്യം? അവരുടെ സാക്ഷ്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ ഒരു വിഷയമേ അല്ലെന്നാണ്. ഞങ്ങൾക്ക് സമ്പത്തും വേണ്ട, സ്വത്തും വേണ്ട, പണവും വേണ്ട, പ്രതാപവും വേണ്ട, ഞങ്ങൾക്ക് ജീവൻ തന്നെ വേണമെന്നില്ല, പിന്നല്ലേ ജീവിതത്തിലെ കാര്യങ്ങൾ. ഈ സാക്ഷ്യമാണ് പിശാചിനെ ജയിച്ച സാക്ഷ്യം എന്ന് പറയുന്നത്.
that they loved not their life even unto death. മരണത്തെപ്പോലും പേടിയില്ലാതെ മടിയില്ലാതെ അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ എനിത്തിങ് ഓഫ് ദിസ് വേൾഡ്. ഞങ്ങൾ ലോകത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയുമല്ല ദൈവത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. വി നീഡ് അവർ ജീസസ്, ദാറ്റ്സ് ഓൾ. ദ വൺ ഹു ഡൈഡ് ഫോർ മീ, എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ മാത്രം എനിക്ക് മതി. അല്ലാതെ യേശു തരുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു വിഷയമല്ല. അവർ മരണപര്യന്തം ജീവനെ സ്നേഹിച്ചില്ല. അതാണ് സാക്ഷ്യം. ആ സാക്ഷ്യമാണ് പിശാചിനെ ജയിക്കുന്ന സാക്ഷ്യം. ഈ സാക്ഷ്യം നമുക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, നീ എനിക്കൊന്നും തരണ്ട, നീ എനിക്ക് തന്നത് തന്നെ വേണമെങ്കിൽ അങ്ങ് എടുത്തോ, ഐ ഡോണ്ട് കെയർ എന്ന് നമ്മൾ പറയുമോ? അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? പിശാചിനെ ജയിക്കാൻ പറ്റുന്നത്. പിശാച്, ദൈവം അനുവദിച്ചിട്ട് പിശാച് വന്നിട്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എന്താ വലിയ കഷ്ടതകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ സകല സമ്പത്ത് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ സകല മുഴുവൻ മക്കളും ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കണം, ഒരു കുഞ്ഞല്ല, അവൻ്റെ മുഴുവൻ കുഞ്ഞുങ്ങളും ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു. സമ്പത്ത് പോയത് പിന്നെയും പോട്ടെ, പക്ഷെ അവൻ്റെ മക്കൾ മരിച്ചു കിടക്കുമ്പോൾ ആ മക്കളുടെ ശവമടക്കുന്നതിന് മുമ്പ് അവൻ ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആൻഡ് ജോബ് വർഷിപ്ഡ് ഗാഡ് ആൻഡ് സാഡ്. ഇയ്യോബ് യഹോവയെ നമസ്കരിച്ച് പറഞ്ഞത് എന്തെന്നാൽ, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഓർക്കണം, നമുക്കൊക്കെ കർത്താവിനെ ഒന്ന് വാഴ്ത്തണമെങ്കിൽ എന്തെല്ലാം അന്തരീക്ഷം വേണമല്ലേ? നമുക്ക് വീട്ടിൽ ഇരുന്നാൽ പോലും വാഴ്ത്താൻ പറ്റത്തില്ല. ഇവിടെ വന്ന് നമ്മളൊന്ന് ആദ്യത്തെ 2 പാട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ഒന്ന് വാഴ്ത്താനുള്ള അന്തരീക്ഷം. ഇന്നൊരു അന്തരീക്ഷം ഇല്ലായിരുന്നു പറഞ്ഞിട്ട്. എല്ലാ സാഹചര്യങ്ങളും നല്ലതായി വരുമ്പോൾ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നതല്ല ഇയ്യോബ് ചെയ്തത്. എല്ലാ സാഹചര്യവും പ്രതികൂലമായിരുന്നപ്പോൾ, അവനുള്ള സകലതും നഷ്ടപ്പെട്ടപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ വർഷിപ്പ് ഗാഡ്, അവൻ ദൈവത്തെ ആരാധിച്ചു. എന്നിട്ട് പറഞ്ഞു, ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗാഡ് ആൻഡ് ഗാഡ് ഹാസ് ടേക്കൺ ഇറ്റ് അവേ. അവൻ എനിക്ക് തന്നു, അവനത് എടുത്തു. ഇതിനകത്ത് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? അവൻ തന്നു, അവനെടുത്തു. അവൻ തന്നു, അവനെടുത്തു. ലെറ്റ് ഹിസ് നെയിം ബി പ്രൈസ്ഡ്. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ ഇത്രയും കൂളായിട്ട് ഇത് പറയാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താ? ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഇവനൊരു 1000 വട്ടം ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉള്ളപ്പോഴും അവൻ പറഞ്ഞു, ആഫ്റ്റർ ഓൾ, ഭാര്യയൊക്കെ വിളിച്ച് മക്കളെയൊക്കെ വിളിച്ചു, മോനെ ഇതൊക്കെ ആരുടെയാടാ, ഇതൊന്നും നമ്മുടെ അല്ലടാ, ഇതൊക്കെ ആര് തന്നതാ? ദൈവം തന്നതാ. അവനെടുത്തോട്ടെ, അവൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. നമുക്കിപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നു, നാളെ വേറൊരാളുടെ കയ്യിലായിരിക്കും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അവൻ തന്നു, അവനെടുത്തു. അവൻ തന്നു, അവൻ ഇഷ്ടമുള്ളപ്പോൾ അവൻ എടുത്തോട്ടെന്ന് അവൻ്റെ ഭാര്യയും മക്കളെയും 1000 വട്ടം പഠിപ്പിച്ചത് കൊണ്ട് എല്ലാം പോയപ്പോഴും കൂളായിട്ട് അവന് പറയാൻ പറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ഉള്ള അവസ്ഥയിൽ പറയുന്ന വാക്കുകൾ മാത്രമേ നമുക്ക് എല്ലാം പോകുമ്പോഴും പറയാൻ പറ്റൂ. നമ്മളൊക്കെ ഉള്ളപ്പോൾ അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പോകുമ്പോൾ വിഷമം ഉണ്ടാകുന്നത്. ഉള്ളപ്പോഴേ അങ്ങ് വിട്ടുകൊടുത്താൽ പോകുമ്പോൾ എന്തുണ്ടാകത്തില്ല? പ്രയാസം ഉണ്ടാകത്തില്ല. അവൻ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒന്നിനോടും അറ്റാച്ച്ഡ് അല്ലാത്ത ഒരാൾ, ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. അവൻ പറയുന്നത്, ഞാൻ നഗ്നനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായിട്ട് തന്നെ ഞാൻ മടങ്ങിപ്പോകും. നമ്മൾ പറയുന്ന ഈ വേദപുസ്തകത്തിലെ വാക്കുകളൊക്കെ നമ്മൾ ഈ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അറിയാതെ ഇച്ചിരി കൂടെ കൂട്ടി പറയാറുണ്ട്. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി മടങ്ങിപ്പോകേണ്ടി വരുമെന്നല്ല അവൻ പറയുന്നത്. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. ഐ ഹാവ് കം നേക്കഡ് ആൻഡ് ഐ വിൽ ഗോ നേക്കഡ് ബിഫോർ ഗാഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെന്താണ്? നഗ്നനായിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നു. അതായത് അവൻ ഭൂമിയിലേക്ക് ഒരു കാര്യവും, അവനും ദൈവവും മാത്രമേ. നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ആകെപ്പാടെ ബന്ധമുള്ളത് ആരുമായിട്ടേ ഉള്ളൂ? അവന് ദൈവം മാത്രമാണ് യാഥാർത്ഥ്യം. പിന്നെ നമ്മൾ അവന് കൊടുക്കുന്നതാണ്. ആദ്യത്തെ ഒരു ഉടുപ്പിടിവിക്കുന്നത് പോലും നമ്മൾ കൊടുക്കുന്നതാണ്, അല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ. അവിടം തൊട്ട് ഇങ്ങോട്ടുള്ള സകല കാര്യങ്ങളും അവന് ലഭിച്ചതാണ്, അല്ലാതെ
അവൻ കൊണ്ടുവന്നതല്ല. അവൻ മടങ്ങിപ്പോകുമ്പോൾ ഇയ്യോബ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ, ഞാൻ ജനിച്ചപ്പോൾ ഞാനും ദൈവവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും എന്നെ പറ്റിപ്പിടിച്ചില്ല. ഞാൻ ഉടുപ്പിട്ടു, ബാക്കി കാര്യം, ഇത് ഫിസിക്കൽ നേക്കഡ്നെസ് അല്ല ഇവിടെ പറയുന്നത്. അതായത് ദർ വാസ് നത്തിങ് ഇൻ ബിറ്റ്വീൻ ഗാഡ് ആൻഡ് ഹിം. അവനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലായിരുന്നു. അവനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഈ ഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും നിങ്ങൾക്കും മധ്യത്തിൽ ഈ ഷർട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ബോഡി കാണാൻ കഴിയത്തില്ല. ഇതേപോലെ ഭൂമിയിലേക്ക് ജനിക്കുന്ന ഒരു വ്യക്തി ദൈവവും അവനുമായിട്ട് സംസർഗം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിനും അവനും മധ്യത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇയ്യോബ് പറയുന്നത്, ഞാൻ വന്നത് ദൈവവും ഞാനും തമ്മിൽ ഇടയ്ക്കൊന്നുമില്ലാതെയാണ്. അതുകൊണ്ട് മരിക്കുന്നത് വരെ അവൻ്റെ സ്പർശനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നിനെയും ഞാൻ ഇടയ്ക്ക് കയറ്റത്തില്ലെന്നാണ്. അതാണ് ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. അവൻ്റെ ഒരു റെസല്യൂഷനാണ് അവൻ പറയുന്നത്. ഞാൻ വന്നത് നഗ്നനായിട്ടാണ്, ഞാൻ മടങ്ങിപ്പോകുന്നത് എങ്ങനെയായിരിക്കും? നഗ്നനായി തന്നെ ആയിരിക്കും. ഫിസിക്കൽ നേക്കഡ്നെസ് അല്ല അവിടെ പറയുന്നത്. എനിക്കും ദൈവത്തിനും മധ്യത്തിൽ യാതൊന്നും കടന്നുകൂടാതെ ഞാൻ മടങ്ങിപ്പോകും എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം. അതുകൊണ്ട് ദൈവം ഇയ്യോബിൽ വെച്ച കോൺഫിഡൻസ് മാറിപ്പോയില്ല. നമ്മളിൽ ദൈവത്തിന് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഡു യു തിങ്ക് ദാറ്റ് ഗോഡ് വിൽ ഹാവ് എ കോൺഫിഡൻസ്? കർത്താവ് അങ്ങനെ പറയുമോ? പിശാചിനോട്, സാത്താനോട് അന്ന് ഇയ്യോബിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം പറയുമോ ദൈവം? അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? ജീവനെ സ്നേഹിക്കുന്നവനെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ജീവനെ സ്നേഹിക്കുന്നവന് എപ്പോഴും ജീവന് വേണ്ടിയുള്ള കാര്യങ്ങളെയും സ്നേഹിക്കാൻ തുടങ്ങും. എനിക്ക് എപ്പോൾ വേണമെങ്കിലും, അതുകൊണ്ടാണ് പൗളിനെയും ബർന്നബാസിനെയും കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇടയിൽ കർത്താവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ പൗലോസിനെയും ശീലാസിനെയും ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു പറഞ്ഞു. പ്രാണത്യാഗം ചെയ്യാൻ തയ്യാറുള്ളവരെന്നല്ല, ചെയ്തവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവരുടെ മനസ്സിൽ ജീവൻ ഇല്ല. അവരുടെ മനസ്സിൽ ജീവനോ ജീവൻ്റെ പ്രതാപമോ ഒന്നും ഇല്ല. അവർക്കൊരു യാഥാർത്ഥ്യമേ ഉള്ളൂ. എന്താണ് യാഥാർത്ഥ്യം? യേശു. അപ്പോൾ 2 അക്യൂസേഷൻ പറഞ്ഞു. ഈ 2 അക്യൂസേഷനും എന്തില്ലാതായി തീർന്നു? 2 ആരോപണങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? ഇവനൊരു പാപിയാണ്. ആ ആരോപണത്തെ ഞാൻ എങ്ങനെയാണ് ജയിക്കുന്നത്? യേശുവിൻ്റെ രക്തത്താൽ. രണ്ടാമത്തെ ആരോപണം എന്താണ്? ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോയത് പല കാര്യങ്ങൾ മോഹിച്ചിട്ടാണ്. അവൻ യേശുവിൻ്റെ പുറകെ പോയത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. കർത്താവ് ചോദിക്കുന്നത്, എടാ, അവന് ജീവൻ തന്നെ വിഷയമല്ല, അവൻ മരിക്കാൻ തയ്യാറായിരിക്കുന്നവനാണ്. അവനെക്കുറിച്ച് നിനക്കെങ്ങനെ ഇങ്ങനെ ഒരു അപവാദം പറയാൻ പറ്റുന്നത്? ജീവനെ സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനേയും? ദൈവം അവിടെ പരാജയപ്പെട്ടു പോയേനെ ഇല്ലേ? നമ്മളും പരാജയപ്പെട്ടേനേയും ദൈവവും പരാജയപ്പെട്ടേനേയും. ഞാനൊന്ന് ചിലപ്പം ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, ഇയ്യോബിനെക്കുറിച്ച് ഇത്രയും കോൺഫിഡൻസിൽ കർത്താവ് സംസാരിച്ചിട്ട് പിശാച് വന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവൻ എന്തോന്ന് ദൈവം, ഏത് ദൈവം എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ ഗതിയല്ലേ? നമ്മളെക്കുറിച്ചൊക്കെ കർത്താവിനൊരു കോൺഫിഡൻസോടുകൂടെ സാത്താനോട് സംസാരിക്കാൻ പറ്റുമോ? നീ ലില്ലിക്കുട്ടിയുടെ അല്ലെങ്കിൽ തോമസ് കുട്ടിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ അനുഗമിക്കുന്നതും അവൻ എൻ്റെ പിന്നാലെ വരുന്നതും ഒന്നും മോഹിച്ചിട്ടല്ല, അവൻ എന്നെ മാത്രം മതിയെന്ന് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുമെങ്കിൽ അതാ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിലാണ് പിശാചിനെ മൈക്കിളും മിഖായേലും അവൻ്റെ ദൂതന്മാരും തള്ളി താഴെ ഇടുന്നത്. ഇറങ്ങടാ പുറത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, അക്യൂസേഷൻ പറയാനാണല്ലോ, കുറ്റം ബോധിപ്പിക്കാനാണല്ലോ അകത്ത് കയറ്റിയത്. അതുകൊണ്ടാണല്ലോ അകത്ത് കയറാൻ സമ്മതിച്ചത്. അപ്പോൾ അകത്ത് കയറാൻ സമ്മതിച്ച് അവൻ കുറ്റം ബോധിപ്പിച്ചപ്പോൾ കുറ്റം വ്യാജമായ കുറ്റമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വാച്ചന്മാർ എന്ത് പറയും? ആഹാ, ഇറങ്ങണ പുറത്ത്, നീ പറഞ്ഞുകൊണ്ട് വന്നതാ കുറ്റം ചുമത്താനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഇനി മേലെ അവിടെ കണ്ടുപോയേക്കരുത് എന്ന് പറഞ്ഞ് സാത്താനെ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9-ാമത്തെ വാക്യത്തിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഇറങ്ങാൻ പറഞ്ഞു. ഇവിടെ കളിയൊന്നും വേണ്ട, എവിടെ മതി? ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവനെ താഴെ വീണു. അവൻ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലാക്കി, എന്നാൽ കുറേ എണ്ണത്തിനെ ഞാൻ എന്ത് ചെയ്തേ ഉള്ളൂ? ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടേ ഉള്ളൂ. അവൻ നല്ല ഒരു ഹോംവർക്ക് ചെയ്തു. അവൻ നോക്കി എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ പറ്റുന്നത്.
പാപം ചെയ്താൽ പാപിയായിട്ടൊരാൾ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാപിയായിട്ടൊരാൾ സ്വർഗത്തിൽ പോകത്തില്ല, പാപിയായിട്ടൊരാൾ നിത്യതയിൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനിവിടെ പോകും, നരകത്തിൽ പോകും. അതുകൊണ്ട് അവൻ പഴയ പണി പിന്നെയും തുടങ്ങി. എന്താണ്? എത്രയും മനുഷ്യരെ പാപികളായി നിലനിർത്തുക. അവരാരും സുവിശേഷം കേൾക്കാതെ, അവരാരും കർത്താവിനെ അറിയാതെ പാപികളായിട്ട് ജനങ്ങൾ നരകത്തിൽ പോകണം. പാപികളായിട്ട് നിത്യതയിലേക്ക് പ്രവേശിച്ചാൽ എങ്ങോട്ട് പൊക്കോളും? നരകത്തിലേക്ക് പോകും. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് വർക്ക് ആരുടെ ഇടയ്ക്കാണ്? പാപികളുടെ ഇടയ്ക്കാണ്. പക്ഷേ അവന് പാപികളായിട്ട് ഇവിടെ ജീവിക്കുന്നവരെ മാത്രം പോരാ, വിശുദ്ധന്മാരായ ആളുകളെ കൂടെ അവന് എന്ത് ചെയ്യണം? നരകത്തിൽ കൊണ്ടുപോകണം. അതിനെന്നാ മാർഗം? വിശുദ്ധനായ ഒരുത്തനെ കുറിച്ച് അവിടെ സ്വർഗത്തിൽ ചെന്ന് ഇവൻ ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കാലത്ത് ഇന്ന പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പണി നടക്കത്തില്ലെന്ന് അവനറിയാം. അപ്പോൾ വിശുദ്ധന്മാരെ നരകത്തിലോട്ട് കൊണ്ടുപോകാൻ അവരുടെ പാപത്തിൻ്റെ ലിസ്റ്റും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. കാര്യം കുറ്റപത്രം ഇവിടെ കിടക്കുക, ക്രൂശിൽ കിടക്കുക. അതുകൊണ്ട് ക്രൂശ് നിലനിൽക്കുന്നിടത്തോളം കാലം പിശാചിന് വിശുദ്ധന്മാരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അവന് മനസ്സിലായി. പിന്നെ വിശുദ്ധന്മാരെ വിടുവിക്കാനുള്ള മാർഗം എന്താണ്? നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗം എന്താണ്? ഇവരുടെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് അവർ വിജയിച്ചത്? അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. ലോകത്തെ അവർ സ്നേഹിച്ചില്ല. ലോകത്തിന് വേണ്ടി അവർ ജീവിച്ചില്ല. ലോകത്തിന് ഉള്ള മോഹങ്ങളൊന്നും അവർക്ക് ഇല്ലായിരുന്നു. അവർക്ക് യേശു മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് ഇവൻ ചിന്തിച്ചു, ഇനിയിപ്പോൾ ഒരു മാർഗമേ ഉള്ളൂ, ഈ വിശുദ്ധന്മാരെ കൊണ്ട് ലോകത്തെ സ്നേഹിപ്പിച്ചാൽ മതിയല്ലോ, ഈ വിശുദ്ധന്മാരെ കൊണ്ട് വസ്തുക്കളുടെ പുറകെ ഓടിച്ചാൽ മതിയല്ലോ, ഈ വിശുദ്ധന്മാരെ കൊണ്ട് ജീവനകാര്യങ്ങളിൽ അങ്ങ് മുഴുകിച്ചാൽ മതിയല്ലോ, ഈ വിശുദ്ധന്മാരെ ലോക മോഹങ്ങളിൽ പണവും പദവിയും ഒക്കെ കൊടുത്ത് ഇവന്മാരെ എങ്ങനെങ്കിലും കൈക്കലാക്കാൻ പറ്റുകയാണെങ്കിൽ ആരെയും അവിടെ കൊണ്ടുപോകാം, വിശുദ്ധന്മാരെയും നരകത്തിൽ കൊണ്ടുപോകാം. വിശുദ്ധന്മാരെ അല്ലാതെ നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പാപികളെ കൊണ്ടുപോകാം. പക്ഷേ പാപി എപ്പോഴെങ്കിലും യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ വിമോചന പ്രക്രിയ കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവനെ നരകത്തിൽ കൊണ്ടുപോകാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇവൻ പ്രാണനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മതി. നമ്മളൊരു ചെറിയ കാര്യമായിട്ട് ചിന്തിക്കരുത്. വിശുദ്ധന്മാരായ ആളുകളെ വഴിതെറ്റിക്കാനായിട്ട് പിശാച് എപ്പോഴും ചെയ്യുന്നത് നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യാണ്, കർത്താവിനോടുള്ള ഏകാഗ്രത. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് ഇന്ന് നടക്കുന്ന ഒരു പ്രധാന കാര്യമല്ലേ പ്രിയമുള്ളവരെ? വിശുദ്ധന്മാരായ ആളുകൾ എത്ര പേരാണ് യേശു യേശു എന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കുന്നത്? വിശുദ്ധന്മാരായ ആളുകളെല്ലാം ഞാൻ എന്ന് പറഞ്ഞാൽ മരിക്കാൻ നടക്കുന്നത്. അതിന് അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ അത് നേടാനാണ് നടക്കുന്നത്. എനിക്ക് മായി ഇതാണ് എപ്പോഴും പറയുന്നത്. രണ്ട് വാക്കുകളാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഇറ്റ് ഈസ് ഐ, ഇറ്റ് ഈസ് മൈൻ. ഇത് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് നടക്കുന്നവൻ എന്ത് ചെയ്യുന്നെന്നറിയാമോ? അവൻ പ്രാണനെ സ്നേഹിക്കുന്നു. എപ്പോഴാണ് പ്രാണനെ സ്നേഹിക്കാതിരിക്കുന്നത്? ഞാൻ എൻ്റെ എന്ന വാക്ക് നമ്മുടെ വൊക്കാബുലറിയിൽ നിന്ന് മാറുമ്പോഴാണ് നമ്മൾ പ്രാണനെ സ്നേഹിക്കാതിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പോലും സ്വർഗസ്വനായ എൻ്റെ പിതാവേ എന്നാണ് പറഞ്ഞത്, അല്ല സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ. എന്താ സംഭവിക്കുന്നത്? കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നിൽ നിന്നും എനിക്ക് എന്നതിൽ നിന്നും ഉള്ള വലിയൊരു വിടുതലാണ്. ഇന്ന് പ്രിയമുള്ളവരെ, നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നൊരു കാര്യമാണ്. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, പിശാച് ഈ കാര്യത്തിൽ വിജയിക്കുന്നുണ്ടോ? നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ ദൈവസന്നിധി നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളും വെച്ചുകൊണ്ട് അവൻ കുറ്റം ചുമത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടാനൊരു മാർഗ്ഗമുണ്ട്. എന്താണ്? യേശുവിൻ്റെ രക്തം. പക്ഷേ ഞാൻ എൻ്റെ പ്രാണനെ സ്നേഹിച്ചു. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോയത് പണത്തിന് വേണ്ടിയാണ്, യേശുവിൻ്റെ പിന്നാലെ പോയത് ബിസിനസ് നന്നാകാനാണ്, യേശുവിൻ്റെ പിന്നാലെ പോയത് ജോലി കിട്ടാനാണ്, യേശുവിൻ്റെ പിന്നാലെ പോയത് കാര്യങ്ങൾ സാധിക്കാനാണ് എന്നെങ്ങാനും പിശാച് അവിടെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കാൻ സാക്ഷ്യം ആവശ്യമാണ്. എന്ത് സാക്ഷ്യം? മരണപര്യന്തം ഞങ്ങൾ ഞങ്ങളുടെ പ്രാണനെ സ്നേഹിക്കുന്നില്ല. വി ഡു നോട്ട് ലവ് അവർ ലൈഫ്. ഞങ്ങളുടെ പ്രാണനെ സ്നേഹിക്കുന്നില്ല. നമ്മളുടെ പ്രാണനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയുമെന്നാണ് പറയുന്നത്. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും.
ഇഫ് യു ലവ് യുവർ ലൈഫ് യു ആർ ലൂസിങ് ഇറ്റ് ഇറ്റേണലി. അതാണ് ആ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രാണനെ, നിങ്ങളുടെ ജീവനെ, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ എന്ത് ചെയ്യും? കളയും. നമ്മൾ വാക്യം വായിക്കുമ്പോൾ ശരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇഫ് യു ലവ് യുവർ ലൈഫ് യു ലോസ്റ്റ് ഇറ്റ് ഫോർ ഇറ്റേണലി. നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യമായിട്ട് നഷ്ടമായി പോകുന്നു. നമ്മളോടൊന്ന് ചോദിച്ചേ, നമ്മുടെ പ്രാണനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ഇനി അടുത്ത ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതായ ഒരു കാര്യം, ഇവിടെ നമ്മൾ വായിച്ച ഭാഗം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അതായത് പിശാചിൻ്റെ മനസ്സിൽ എനിക്ക് പിശാചിനെ ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര, പറയുന്നത് ശരിയല്ലെങ്കിലും ചില കാര്യങ്ങൾ നല്ല ബഹുമാനമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്താനുള്ള അവൻ്റെ ഡിവോഷൻ ഭയങ്കരമാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം ഭയങ്കര ഹാർഡ് വർക്കാണ്. ഈ രണ്ട് കാര്യത്തിന് ഇവനെ സമ്മതിച്ചാലേ പറ്റുള്ളൂ. നമുക്കറിയാം, നമുക്കില്ലാത്ത രണ്ട് ഗുണങ്ങളാണ്. ഒന്ന് ഡിവോഷൻ. എന്ത് ഡിവോഷൻ? ദൈവത്തോടുള്ള ഡിവോഷൻ അല്ല, അവൻ്റെ ജോലി ചെയ്യാനുള്ള ഡിവോഷൻ. അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും. രാപ്പകൽ അവൻ അതിനുവേണ്ടി പണിയെടുക്കും, അധ്വാനിക്കും, നല്ലതായിട്ട് അധ്വാനിക്കും. അവനൊരു കാര്യം മനസ്സിലാക്കി, അവൻ്റെ ലക്ഷ്യം എന്താണ്? അവന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്ത്? എത്രയും കൂടുതൽ ആളുകളെ എവിടെ കൊണ്ടുപോകണം? നരകത്തിൽ കൊണ്ടുപോകണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. പക്ഷേ എത്രയും കൂടുതൽ ആളുകളെ കൊണ്ടുപോകണമെന്ന് ഉള്ള ആഗ്രഹത്തോടെ സാത്താൻ പ്രവർത്തിക്കുന്ന ആ വേഗത, എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ചിന്തയിൽ നമുക്കുണ്ടോ? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന് 29-ാം വാക്യത്തിൽ, ദി അപ്പോയിൻറ്റഡ് ടൈം ഹാസ് കം ഷോർട്ട്. കാലം ചുരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി വിവാഹം കഴിച്ചവൻ കഴിക്കാത്തവനെ പോലെയും. ആ ഭാഗം നമ്മൾ വായിക്കണം. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വാക്യം ഇന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, എങ്കിലും അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: വിവാഹം കഴിച്ചവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു, വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു. ദി അപ്പോയിൻറ്റഡ് ടൈം ഹാസ് കം ഷോർട്ട്. കാലം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇനി വിവാഹം കഴിച്ചവൻ കഴിക്കാത്തവനെ പോലെയും. എന്താ അതിൻ്റെ അർത്ഥം? ഇനി വിവാഹം കഴിച്ചവരും ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നല്ല നോക്കേണ്ടത്, കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നാണ് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതിന് വേറെ ദുരുപദേശമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. കല്യാണം കഴിക്കരുതെന്നോ ഒന്നുമല്ല. കല്യാണമൊക്കെ കഴിച്ചോ, പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളതായിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നമ്മളുടെ കുടുംബത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുമായിരുന്നു നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ സമയം ഇല്ല. ഇനിയിപ്പോൾ പിശാചിന് ആളുകളെ നരകത്തിൽ കൊണ്ടുപോകാനും എനിക്ക് ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും ഒരേ സമയമേ ഉള്ളൂ. മനസ്സിലായോ പ്രിയമുള്ളവരെ? ഇനിയിപ്പോൾ പിശാചിന് ആളുകളെ നരകത്തിൽ കൊണ്ടുപോകാനും എനിക്ക് ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനും കുറച്ച് സമയമേ ഉള്ളൂ. എൻ്റെ ഡെഡ് ലൈൻ വരികയാണ്. ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് നിയർ. അവൻ്റെ വരവടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു പത്രഭാഷയാണ് ശരിക്കും ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഡെഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് പത്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, അവർക്ക് പത്രം പ്രസ്സിലേക്ക് കയറ്റേണ്ട ഒരു മിനിറ്റ് ഉണ്ട്. ഒരു മിനിറ്റ് താമസിക്കാൻ പറ്റത്തില്ല. അതുവരെ അവർക്ക് വെട്ടും തിരുത്തും കുത്തും എല്ലാം നടത്താം, ടൈറ്റിൽ മാറ്റാം, എന്ത് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ പത്രം രാത്രി 11:45 അടിക്കുന്നതെങ്കിൽ 11:30 വരെയുള്ള വാർത്ത അവർക്ക് അതിനകത്ത് 11:44 വരെയുള്ള വാർത്ത അവർക്ക് കയറ്റാം. പക്ഷേ പത്രത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ, പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു പ്രസ്സിലേക്ക് പത്രം കയറേണ്ട സമയമാണ്. അതുകൊണ്ട് ആ ഡെഡ് ലൈൻ അനുസരിച്ചാണ് ഒരു ജേർണലിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ നമ്മളിപ്പോൾ ഒരു ഡെഡ് ലൈനിലെത്തിയിരിക്കുകയാണ്. എന്ത്? ഇത് അന്ത്യകാലമാണ്. കാലം ചുരുങ്ങിയിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് സമാഗതമായിരിക്കുന്നു. അത് നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം പിശാചിനറിയാം. അതുകൊണ്ട് നമുക്കും അവനും ഒരേ സമയമേ ഉള്ളൂ. അവൻ എത്രയും കൂടുതൽ ആളുകളെ നരകത്തിൽ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു, നമ്മൾ എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നു. പക്ഷേ അവൻ്റെ ആ തീഷ്ണത, അതാ നല്ല വാക്ക്, അവൻ്റെ തീഷ്ണത, അവൻ്റെ സുവിശേഷം,
അല്ലെങ്കിൽ അവൻ്റെ ദുർവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള തീഷ്ണത സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് നമുക്കുണ്ടോ? മോഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ എനിക്ക് എങ്ങനെങ്കിലും അങ്ങ് പോകണമെന്നുള്ള ആഗ്രഹത്തിലാണോ? അങ്ങനെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. എനിക്ക് എങ്ങനെങ്കിലും ഇവിടെ അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ പലർക്കും. ചിലപ്പോൾ ആളുകൾ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണേ എന്ന് നമ്മൾ, വേദോസ്തത്തിലെ വാക്യമല്ല, വേദോസ്തത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ വേഗം വരുന്നു. കർത്താവ് പറഞ്ഞു, സഭ എന്ന് പറയുന്നു ആമേൻ കർത്താവേ വരണമേ. ആമേൻ കർത്താവേ വരണമേ എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴൊന്നും വന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല കർത്താവേ, നിൻ്റെ സമയത്ത് നീ അങ്ങ് തീരുമാനിച്ചെങ്കിൽ വന്നാൽ മതി, ഞങ്ങളോട് സുഖമായിട്ട് ജീവിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിശ്വാസികൾ കഴിയുന്നത്. കർത്താവിൻ്റെ വരവ് സമാഗതമായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്ത്? ഞാൻ മാത്രമായിട്ടങ്ങ് പോവുകയല്ല, എനിക്ക് എത്രയും പേരെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം. പിശാച് പറയുന്നത് എത്രയും പേരെ എനിക്ക് നരകത്തിൽ കൊണ്ടുപോകണമെന്നാണ്. അതുകൊണ്ട് പിശാച് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവൻ എത്രയും പേരെ പാപത്തിലേക്ക് വീഴിക്കുകയും വിശുദ്ധന്മാരെ വളരെയേറെ സ്വാധീനിച്ച് ലോകത്തിലേക്ക് അവരെ വലിച്ചിഴയ്ക്കുകയുമാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് പണ്ടും ഇന്നും എപ്പോഴും പിശാച് ഒത്തിരി എണ്ണത്തെ കർത്താവിലേക്ക് അടുപ്പിക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്, അല്ലേ? അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിന് ദൈവം കുരുടാക്കിയിരിക്കുന്നു. അതൊരു വലിയൊരു ഒരു ഫാക്റ്റാണ്. ഒത്തിരി പേരെ പിശാച് യേശുവിനെ അറിയുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാലയളവിൽ യേശുവിനെ അറിഞ്ഞവരുടെ ഇടയിലും അവൻ്റെ വർക്ക് ഭയങ്കരമാണ്. കാര്യം വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുവാനും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും ഈ ലോകത്തെ വെറുത്തുകൊണ്ട് വരാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രജകളാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും സ്റ്റാൻഡേർഡിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു പഴയ തലമുറ നമുക്കുണ്ടായിരുന്നു. പക്ഷേ പിശാച് ഇന്ന് വിശ്വാസികളുടെ നല്ല ഒന്നാന്തരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെയൊക്കെ ഡിവോഷൻ മാറ്റിക്കളഞ്ഞു. ശരിയല്ലേ പ്രിയമുള്ളവരെ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ സഭയിലുള്ളവരുടെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ, നമ്മൾക്കറിയാവുന്നവരുടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിശാച് എന്ത് ചെയ്യുന്നു? ദൈവത്തോടുള്ള, യേശുവിനോടുള്ള ഡിവോഷൻ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? ലോകത്തെ സ്നേഹിക്കാൻ, ലോകത്തെ പ്രണയിക്കാൻ വിശ്വാസികളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ വന്ന് പ്രസംഗങ്ങൾ പോലും അങ്ങനെയായി. ലോകത്തെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് ഇപ്പോൾ ടെലിവിഷനിലും ക്രൂസൈഡുകളിലും ഒക്കെ നമ്മൾ കേൾക്കുന്നത്. എങ്ങനെയും വിശ്വാസികളെ തന്നെ ലോകചിന്ത നിറയ്ക്കാനായിട്ട്. കാര്യം പിശാചിനറിയാം വിശ്വാസികളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കുക? ലോകത്തെ സ്നേഹിപ്പിക്കുക, പാപത്തെ പ്രണയിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന ഈ പിശാചിൻ്റെ പ്രവൃത്തി അത് നമ്മൾ തിരിച്ചറിയണം. അതിനകത്ത് നമ്മൾ കെണിയിൽ പെട്ടുപോകരുത്. എന്നാൽ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? we need to see that we are reaching more people. പിശാചിന് ഒരാളെയും കൊടുക്കാതെ, പിശാച് എത്രയും ആളുകളെ കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ പിശാചിന് ഒരാളെയും കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി അവരെ നേടുവാനായിട്ട് പരിശ്രമിക്കണം. പാലാപട്ടണത്തിലുള്ള എല്ലാവരെയും നരകത്തിൽ കൊണ്ടുപോകണമെന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. പക്ഷേ പാലാപട്ടണത്തിലുള്ള എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കണം ഈ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ കൂടുന്ന എല്ലാ വ്യക്തികളുടെയും ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനവും. നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കൊണ്ടുപോകും. നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾ നോക്കിയിരിക്കരുത്. നമ്മൾ പലപ്പോഴും സൗകര്യപ്രദമായ സമയവും സ്ഥലവും ഒക്കെ നോക്കിയാണ്. പലപ്പോഴും ഞാൻ ആളുകളോട് ചോദിക്കാറുണ്ട്, കർത്താവിന് വേണ്ടി സാക്ഷിക്കാൻ ഉള്ള കാര്യം, അതിനെനിക്കൊരു എനിക്കൊരു അവസരം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. എന്താ അവസരം? എന്തോ എല്ലാ മീറ്റിങ്ങിനും പ്രസംഗിക്കാൻ ആളുണ്ട്, എനിക്കൊരു അവസരം കിട്ടുന്നില്ലെന്ന്. മീറ്റിങ്ങിന് പ്രസംഗിക്കുന്നതാണോ കർത്താവിനെ സാക്ഷിക്കാനുള്ള അവസരം എന്ന് പറയുന്നത്? കർത്താവിനെ സാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അയൽവക്കത്തേക്ക് പോവും, നിങ്ങളുടെ അടുത്തുള്ള ആളുകളോട് പറ, അവരോട് സംസാരിക്ക്. ഞാൻ പറയട്ടെ, എല്ലാ വിശ്വാസികളും സുവിശേഷ പ്രവർത്തനം ചെയ്യാനാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, അല്ലാതെ പാസ്റ്റർമാർ മാത്രം ചെയ്യാനൊന്നുമല്ല കർത്താവ് പഠിപ്പിക്കും. ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ വളരെ കൃത്യമായിട്ട് ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദി ഫ്യൂച്ചർ ഓഫ് ഇവാഞ്ചലിസം ഈസ് നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലർജി, ഇറ്റ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ, ദ ലെയ്റ്റി. ഇനി സുവിശേഷത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി വേർതിരിഞ്ഞ് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന സുവിശേഷകരായ ആളുകളുടെ കയ്യിൽ മാത്രമൊന്നുമല്ല. സുവിശേഷത്തിൻ്റെ ഭാവി നിങ്ങളെയും എന്നെയും പോലെയുള്ള സാധാരണക്കാരായ ആളുകളുടെ,
ലേറ്റിയുടെ കയ്യിലാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പരാജയപ്പെട്ടാൽ അത് സ്വർഗത്തിൻ്റെ പരാജയമാണ്, പിശാചിൻ്റെ വിജയമാണ്. നിങ്ങൾ ഓരോ വ്യക്തിയെയും കർത്താവിന് വേണ്ടി നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ആ വ്യക്തി നരകത്തിലേക്ക് പോവുകയാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോ പരാജയവും ആരുടെ വിജയമാണ്? പിശാചിൻ്റെ വിജയമാണ്. ഈ ബോധ്യം നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സമയവും സൗകര്യവും കാര്യങ്ങളും ഒന്നും നോക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിക്രിയേഷനും മറ്റുള്ള കാര്യങ്ങളും ഒന്നും നമ്മൾ പരിശ്രമിക്കത്തില്ല. കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യമുള്ളവൻ അവൻ്റെ ബാക്കിയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും, അതാണ് കൊരിന്ത്യർ ലേഖനത്തിലെ ആ ഭാഗത്തിൻ്റെ പ്രത്യേകത. വിവാഹം കഴിച്ചവൻ കഴിക്കാത്തവനെ പോലെയും വാങ്ങിയവൻ ഉള്ളവൻ ഇല്ലാത്തവനെ പോലെയും അവൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? യേശു. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എത്രയും കൂടുതൽ ആളുകളെ കർത്താവിന് വേണ്ടി നേടണം. അത് മാത്രമേ ഉള്ളൂ. കാലം ചുരുങ്ങിയിരിക്കുന്നു. ദി അപ്പോയിൻറ്റഡ് ടൈം ഹാസ് കം ഷോർട്ട്. നമ്മൾ സുഖമായിട്ട് ഇപ്പം നമ്മൾ പറയുന്ന എല്ലാ സാഹചര്യങ്ങളും അതിനു വേണ്ടിയുള്ളൊരു സാഹചര്യം ഒരുങ്ങുക എന്നുള്ളതാണ്. നമുക്കൊരു സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, സാഹചര്യം ഇല്ലാത്തപ്പോഴും നമ്മൾ സുവിശേഷം അറിയിക്കാനായിട്ട് പരിശ്രമിക്കണം. കഷ്ടപ്പെട്ട് തന്നെ സുവിശേഷം അറിയിക്കണം. ഞാനൊരു സ്റ്റോറി, എന്നെ ഒത്തിരി സ്വാധീനിച്ചതായ ഒരു സ്റ്റോറിയുണ്ട്. ഒരു വീട്ടിൽ ഒരു സഭയിലെ ഒരു പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ മകനും, ചെറിയ സഭയാണ്, സ്മോൾ ചർച്ച്. ഈ പാസ്റ്ററും മകനും കൂടെ എന്നും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ട്രാക്റ്റ് കൊടുക്കാൻ പോകുമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ട്രാക്റ്റ് കൊടുക്കാൻ പോകും, അന്നേരം പറയാം അതിൻ്റെ സുഖം. എല്ലാ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ട്രാക്റ്റ് കൊടുക്കാൻ പോകും. ഒരു ഞായറാഴ്ച ഈ പാസ്റ്റർക്ക് അസാമാന്യമായ രീതിയിലുള്ള വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ചിന്തിച്ചു, പണിയുള്ളത് കൊണ്ട് അവിടെ ഇരിക്കാം എന്ന് ചിന്തിച്ചു. പക്ഷേ മോൻ പറഞ്ഞു, ഡാഡ് ഐ ആം ഗോയിങ്, ഈവൻ ഇഫ് യു ആർ നോട്ട് കമ്മിങ് ഐ ആം ഗോയിങ്. അവൻ കൊച്ചു ചെറുക്കനാണ്. പപ്പ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പോവുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇവർ വണ്ടിയുണ്ട്, വണ്ടിയിൽ അങ്ങനെ പോകുന്നു. നോക്കിയപ്പോഴത്തേക്ക് മഴച്ചാറ്റലുള്ളത് കൊണ്ട് പപ്പ പറഞ്ഞു, മോനെ എടാ മഴ ചാറുന്നുണ്ടല്ലോ, നമ്മൾ പോകുമായിരുന്നെങ്കിൽ വണ്ടിയിലങ്ങ് പോകാമായിരുന്നു, പക്ഷേ മഴ ചാറുന്നുണ്ടല്ലോ, മഴ ചാറിയാൽ പനി പിടിക്കത്തില്ലേ? എന്നാൽ ഇവൻ തിരിച്ച് ചോദിക്കും, മഴയത്ത് ആളുകൾ നരകത്തിൽ പോകത്തില്ലേ? ഇവൻ തിരിച്ച് അപ്പനോട് ചോദിച്ച ചോദ്യം, ഈവൻ വെൻ ഇറ്റ് ഈസ് റെയിൻ പീപ്പിൾ ഗോ ടു ഹെൽ. മഴ പെയ്യുമ്പോഴും ആളുകൾ എങ്ങോട്ട് പോകുന്നു? നരകത്തിലേക്ക് പോകുന്നു. എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ചെറിയ കഥയാണ്. ഈവൻ വെൻ ഇറ്റ് ഈസ് റെയിനിങ് പീപ്പിൾ ഗോ ടു ഹെൽ. നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾ, മഴയാണ്, വെയിലാണ്, ചൂടാണ്, തണുപ്പാണ്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഈ എക്സ്ക്യൂസസ് ഒക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പിശാചിന് എക്സ്ക്യൂസ് ഇല്ല. പിശാജ് ഒരു ഒഴികഴിവും, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈസ് എ ഹാർഡ് വർക്കിംഗ് ഫെലോ. ഒരു ഒഴികഴിവും പറയാത്ത ആളെയാണ് പിശാജ്. ഒരു ഒഴികഴിവില്ല. മഴയത്ത് സിവിൽ സപ്ലൈസിന് മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നില്ലേ, വിസ്കി വാങ്ങിക്കാൻ? അതിനൊരു പ്രശ്നമില്ലല്ലോ. ട്രാക്റ്റ് കൊടുക്കാൻ പോകാൻ എന്താ പ്രശ്നം? ഈ വാക്ക് കേട്ടിട്ട് അപ്പൻ പറഞ്ഞു, ശരി മോനെ, എന്നാ നീ പൊക്കോളാൻ പറഞ്ഞു. ആൻഡ് ഹി വാസ് ഗോയിങ് ഓൾ ദ ഹൗസസ്, നോക്കിംഗ് ദ ഡോർ, ബെല്ലടിച്ച് ട്രാക്റ്റുകൾ കൊടുത്തു. അവൻ തിരിച്ചു പോന്നു. ഇത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഒരു സ്ത്രീ, ഒരു വിഡോ, പ്രായമുള്ള ഒരു സ്ത്രീ ഈ സഭയിൽ വന്നു. ഈ സഭയിൽ വന്നു കഴിഞ്ഞിട്ട് അവർ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ആത്മഹത്യ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് എൻ്റെ വീടിൻ്റെ മുകളിലത്തെ മുറിയിൽ, കാര്യം എനിക്ക് ആരുമില്ല, എൻ്റെ മക്കളെല്ലാം അവരെല്ലാം പോയി, ദർ ഇസ് നോബഡി, എൻ്റെ ലൈഫ് ഒരു ഭാരമാണ്, എനിക്ക് ആരുമില്ല. പണത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല അവർക്ക്. ഷീ ഫെൽറ്റ് വെരി മച്ച് ലോൺലി ആൻഡ് ഷീ വോണ്ടഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അതുകൊണ്ട് അവർ റൂമിന് മുകളിലത്തെ നിലയിൽ പോയി ഷീ തോട്ട് ഓഫ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. ആ സമയത്ത് താഴെ ആരോ വന്ന് ബെല്ലടിക്കുന്നത് കേട്ടു. ബെല്ലടിക്കുന്നത് കേട്ടപ്പോൾ അവർ ചിന്തിച്ചു, ഏതാണ് ഞാൻ മരിക്കാൻ പോകുക, എന്ത് കാര്യത്തിനാണ് ഇനി ബെല്ലടിച്ച് തുറക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു? ബെല്ലടിച്ചത് ശ്രദ്ധിക്കാതെ വീണ്ടും അവർ ദേ വോണ്ടഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ആൻഡ് അവർ സ്വയം ഹാങ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. അപ്പോൾ വീണ്ടും ഇവിടെ താഴെ 2-3 പ്രാവശ്യം ബെല്ലടിക്കുന്നത് കേട്ടു. ആരടായി, ഞാൻ മനുഷ്യനെ ഒന്നിനും സമ്മതിക്കാതെ എന്ന് പറഞ്ഞാൽ അവർ വളരെ വേദനയോടുകൂടെ, എന്നാൽ അതേ ദേഷ്യത്തോടുകൂടെ ഇറങ്ങി വന്ന് കഥ തുറന്നു. ഹൂ ഇസ് ദാറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഒരു കൊച്ചി ചെറുക്കനാണ്. ഈ ദേഷ്യത്തോടുകൂടെ ഇറങ്ങി വന്നെങ്കിലും ഈ കൊച്ചി ചെറുക്കനെ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് തോന്നി, ഇവനോട് എന്തിനാണ് വെറുതെ ചൂടാകുന്നത്, മരിക്കുന്നതിന് മുമ്പ് ഇനിയും ഇവനോട് വെറുതെ ചൂടായിട്ട് ചാകേണ്ട കാര്യമില്ല.
ഞാൻ പറഞ്ഞു, മാം, ഐ എം സോ സോറി, I didn't know that you were busy. Please, I just want to give this leaflet into your hands. Just go and read it. I'm just going. എന്ന് പറഞ്ഞ് മഴ പെയ്യുന്നുണ്ട്. ഇവൻ ഈ ട്രാക്റ്റ് കൊടുത്തിട്ട് ഈ മഴയത്ത് ഇറങ്ങിപ്പോയി. അവർ പറഞ്ഞു, ആ ട്രാക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മരിക്കാൻ പോവുകയാണല്ലോ, എൻ്റെ ആ ഹെഡിങ് വായിച്ച് നോക്കിയപ്പോൾ എനിക്കതിൻ്റെ ബാക്കി വായിക്കാതിരിക്കാൻ പറ്റിയില്ല. ആൻഡ് ഐ വാസ് റീഡിങ് ഇറ്റ് ആൻഡ് ഐ കമ്മിറ്റഡ് മൈ ലൈഫ് ടു ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശു കർത്താവിന് എൻ്റെ ജീവിതം കൊടുത്തു. അതിൻ്റെ താഴെ കണ്ട അഡ്രസ്സ് വെച്ചാണ് ഞാനിവിടെ വന്നത്. ഞാൻ ആദ്യമായിട്ടായി ചർച്ചിൽ വരുന്നത്. പ്രിയമുള്ളവരെ, മഴയാണ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് ട്രാക്റ്റ് കൊടുക്കാൻ പോകാതിരുന്നെങ്കിൽ, പോകണ്ട എന്ന് പറഞ്ഞ ആ അപ്പൻ അവനെ തടഞ്ഞു നിർത്തിയായിരുന്നെങ്കിൽ, അപ്പനെ സമ്മതിക്കണം ഇല്ലേ, മഴയത്ത് സ്വന്തം മകനെ മഴ നനഞ്ഞാലും നീ പൊക്കോ എന്ന് അവൻ്റെ ആ സീല് കണ്ടപ്പോഴത്തേക്ക് അപ്പൻ്റെ അടുത്ത് അവൻ ചോദിച്ച ചോദ്യമുണ്ട്, ഈവൻ വെൻ ഇറ്റ് ഈസ് റെയിനിങ് പീപ്പിൾ ഗോ ടു ഹെൽ. മഴ പെയ്യുമ്പോഴും ആളുകൾ നരകത്തിലേക്ക് പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, പിശാച് അവൻ യാതൊരു എക്സ്ക്യൂസും ഇല്ലാതെ സ്ഥിരമായിട്ട് നല്ല സീലോടുകൂടെ അവൻ പ്രവർത്തിക്കാനാണ്. അവൻ മഹാക്രോധത്തോടുകൂടെ ഇറങ്ങി വന്നിരിക്കുന്നു. കാര്യം അവൻ്റെ പരാജയം അവൻ മനസ്സിലാക്കി. അവൻ പറഞ്ഞു, കാൽവറി ക്രൂശ് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ എത്ര പാപം ചെയ്താലും യേശുവിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നാൽ എനിക്ക് അവനെ നേടാനായിട്ട് കഴിയത്തില്ല. പക്ഷേ അവന് കാൽവറി ക്രൂശിനെ തൊടാൻ പറ്റത്തില്ല. അവൻ മാക്സിമം ആളുകളെ ക്രൂശിൻ്റെ ദർശനത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. എന്നാൽ പ്രിയമുള്ളവരെ, വിശ്വാസികളായ ആളുകൾ, അവൻ വിശ്വാസികളിൽ പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമല്ല. കാര്യം അവനറിയാം, വിശ്വസിച്ച ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. ഇനി അവരെ നരകത്തിലേക്ക് കൊണ്ടുവരാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, യേശുവിനോടുള്ള അവരുടെ ഡിവോഷൻ മാറ്റിയിട്ട് എന്താണ്, ലോകത്തിലേക്ക് അവരുടെ കണ്ണ് തിരിക്കുക. അപ്പോൾ പിശാച് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, യേശുവിലേക്ക് നോക്കുന്നതിൽ നിന്ന് അവിശ്വാസികളുടെ കണ്ണ് തടഞ്ഞു നിർത്തുക. വിശ്വാസികളുടെ കാര്യത്തിൽ ലോകത്തിലേക്ക് നോക്കുവാൻ അവരുടെ കണ്ണുകളെ തുറന്നു വയ്ക്കുക. ഇതാണ് പിശാചിൻ്റെ ജോലി. പിശാച് എന്ത് ചെയ്യുന്നു? യേശുവിലേക്ക് നോക്കുന്നതിൽ നിന്ന് ജനങ്ങളുടെ കാഴ്ചയെ മറച്ചു കളയുന്നു. വിശ്വാസികളുടെ കാര്യത്തിൽ ലോകത്തിലേക്ക് നോക്കാൻ അവരുടെ കണ്ണുകളെ തുറന്നു വയ്ക്കുന്നു. അത് പക്ഷേ അവൻ എങ്ങനെ ചെയ്യുന്നു? മഹാക്രോധത്തോടുകൂടെ, ക്രോധമല്ല, ഞാൻ പറഞ്ഞല്ലോ, മഹാതീഷ്ണതയോടുകൂടെ അവൻ പ്രവർത്തിക്കുകയാണ്. രാപ്പകൽ ഭേദമില്ലാതെ അവൻ പ്രവർത്തിക്കുകയാണ്. ലോകത്തിലെല്ലായിടത്തും അവൻ ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. അവൻ പാലായിലും പ്രവർത്തിക്കുകയാണ്, ചങ്ങനാശ്ശേരിയിലും പ്രവർത്തിക്കുകയാണ്, കോട്ടയത്തും പ്രവർത്തിക്കുകയാണ്, ആഫ്രിക്കയിലും പ്രവർത്തിക്കുകയാണ്. ലോകത്തിലെല്ലാം ഓടി നടന്ന് അവൻ്റെ ഏജൻസിനെ അവൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെല്ലായിടത്തും. പക്ഷെ നമ്മൾ മാത്രം കാലം ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവില്ലാതെ ലോകത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് എനിക്ക് എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊരു അവസാനിക്കുന്ന മെസ്സേജ് അല്ല, ഇതൊരു തുടരുന്ന മെസ്സേജാണ്. എന്താണ്? ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ പായിക്കുന്നത് നിർത്ത്. യേശുവിലേക്ക് നോക്കാൻ നമ്മൾ പഠിക്കണം. യേശുവിനെ മാത്രം സ്നേഹിക്കുന്ന, പ്രാണത്യാഗം ചെയ്ത അനുഭവം നമുക്ക് വേണം. പിശാച് അവൻ അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞു. അവനവൻ്റെ പരാജയം മനസ്സിലായി. കാൽവറി ക്രൂശിൽ യാഥാർത്ഥ്യമായിരിക്കുന്നിടത്തോളം ഏത് പാപിക്കും ക്രൂശിൽ അഭയം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. എന്നാൽ അവൻ അവരുടെ കണ്ണുകളെ അടച്ചു വയ്ക്കുമ്പോൾ നമുക്ക് കടന്നു ചെന്ന് യേശുവിലേക്ക് അവിശ്വാസികളുടെ കണ്ണ് തുറന്നു വയ്ക്കാനായിട്ട് പറ്റണം. എക്സ്ക്യൂസസ് എല്ലാം മാറ്റി വെക്കാം. സുഖങ്ങളെല്ലാം മാറട്ടെ. നമ്മുടെ പണവും പദവികളും ഒന്നും, അതിലേക്കുള്ള മോഹങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. സ്പെൻഡ് ചെയ്യാൻ. എനിക്ക് പദവി വേണ്ട, എനിക്ക് പണം വേണ്ട, എനിക്ക് ലോകത്തിൽ മറ്റുള്ളവരുടെ ബഹുമാനം വേണ്ട. ആ എനിക്ക് കിട്ടുന്ന ബഹുമാനവും എനിക്ക് കിട്ടുന്ന പദവികളും എൻ്റെ ജോലിയും എൻ്റെ മറ്റുള്ള കാര്യങ്ങളും അതിനെ ഞാൻ എന്നെ പറ്റിപ്പിടിക്കാൻ അനുവദിക്കത്തില്ല. യോബ് പറഞ്ഞ അതാണ്, ഞാൻ നഗ്നനായി ലോകത്തിലേക്ക് വന്നു, ലോകത്തിലൊന്നും എനിക്കും ദൈവത്തിനും മധ്യത്തിൽ ഒരു മറയായിരിക്കുവാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, സമ്മതിക്കത്തില്ല. എനിക്കെപ്പോഴും യേശു ഒരു യാഥാർത്ഥ്യമായിരിക്കണം. എന്തന്നെയല്ല, പിശാചിൻ്റെ ഏറ്റവും വലിയ മോഹം എത്രയും ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാ. പാലായിൽ ഒരാൾ പോലും നരകത്തിൽ പോകുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തൊരു സ്റ്റേജ് ഉണ്ടാകണം. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ സ്വന്തം വീട്ടുകാർ, എത്രയോ പേര് അവർ
ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പിശാചിൻ്റെ കയ്യിൽ കിടക്കുക അവർ. ആൻഡ് ദേ ഗോ ടു ഹെൽ, നോ ഡൗട്ട്. ഇന്ന് മറ്റെല്ലാം മറന്ന് അവരുടെ അടുത്തേക്ക് സുവിശേഷവുമായിട്ട് പോകാൻ നമുക്ക് പറ്റണം. കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി എനിക്ക് ലോകത്തിലുള്ള ഒന്നിനെ സ്നേഹിക്കാൻ സമയമില്ല. എൻ്റെ സുപ്രീം പ്രയോറിറ്റി കർത്താവാണ്. വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു. ഞാൻ കാലം ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുടുംബത്തെ പ്രസാദിപ്പിക്കുന്നത് പോലുമല്ല. അതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും മാനുഷിക കടമ. കുടുംബത്തെ പോറ്റണം, കുടുംബത്തെ പ്രസാദിപ്പിക്കണം. രണ്ടും രണ്ടരാണ്. കുടുംബത്തെ പോറ്റരുതെന്നല്ല പറയുന്നത്. നിങ്ങൾ കുടുംബത്തെ പോറ്റണം, പക്ഷേ കുടുംബത്തെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്. ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? കർത്താവിനെ പ്രസാദിപ്പിക്കണം. നമ്മുടെ എല്ലാ എഫേർട്ടും, എൻ്റെ എല്ലാ കഴിവും, എൻ്റെ എല്ലാ വാക്കുകളും, എൻ്റെ അവസാനത്തെ ശ്വാസം വരെയും ഞാൻ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി ചെലവഴിക്കും. എന്തുകൊണ്ട്? എനിക്ക് എത്രയും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അവിടെ ചെല്ലുമ്പോൾ വെറും കൈയായി എനിക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹമില്ല. അവിടെ ചില കറ്റയെങ്കിലും കൊണ്ടു ചെല്ലാനായിട്ട്, ചില കറ്റയെങ്കിലും. ഹല്ലേലൂയ. നമുക്കൊരു ദിവസം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ വീണ്ടെടുക്കുവാൻ അവൻ കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ട് എൻ്റെ കുറ്റപത്രം അവൻ കാൽവറി ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇനി പിശാചിന് ഒരിക്കലും അത് പറഞ്ഞ് എന്നെ നരകത്തിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും വീണ്ടും അവൻ എൻ്റെ മേൽ അവകാശമുണ്ടാവുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പ്രാണത്യാഗം ചെയ്ത പൗലോസിനെയും ശിലാസിനെയും പോലെ ജീവനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയാകുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എത്ര പേര് ദൈവസന്നിധിയിൽ പറയും, പറ കർത്താവേ, ജീവനെ സ്നേഹിക്കാത്ത ഒരു അനുഭവം എനിക്ക് തരണേ, എൻ്റെ സാക്ഷ്യം അതാകുവാൻ സഹായിക്കണേ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കത് പറയാൻ കഴിയുന്നുവെങ്കിൽ നെഞ്ചിൽ കൈവച്ച് കർത്താവിനോട് പറ, കർത്താവേ, ജീവനെ സ്നേഹിക്കാതിരിക്കാൻ, പ്രാണനെ സ്നേഹിക്കാതിരിക്കാൻ, ജീവൻ്റെ പ്രതാപങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ, കണ്ണ് മോഹിക്കുന്നതിനെ സ്നേഹിക്കാതിരിക്കാൻ, ജഡം ആഗ്രഹിക്കുന്നതിനെ സ്നേഹിക്കാതിരിക്കാൻ, പാപത്തെ സ്നേഹിക്കാതിരിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന് എത്ര പേര് പറയും? കർത്താവിൻ്റെ കർത്താവേ, എന്നെ സഹായിക്കണമേ, പ്രാണനെ സ്നേഹിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ, മരണപര്യന്തം പാപത്തെ സ്നേഹിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവേ, പിശാചിന് എൻ്റെ മേൽ ഒരു അവകാശവും ഉണ്ടാകാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ, ലോകത്തിലുള്ള യാതൊന്നും എനിക്കും നിനക്കും മധ്യത്തിൽ കടന്നുകൂടാതിരിക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. പിശാചിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ കടന്നു ചെല്ലുവാനുള്ള 2 അക്യൂസേഷൻസ് ആണല്ലോ കർത്താവേ. അത് രണ്ടും തോൽപ്പിക്കുവാൻ, പിശാചിനെ തോൽപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നിൻ്റെ രക്തം കൊണ്ട് എൻ്റെ പാപങ്ങളെ നീ കഴുകിയിരിക്കയാൽ സ്തോത്രം. ഇനി കർത്താവേ, പിശാചിന് ആകെ അവകാശം പറയാനുള്ളത് ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നെന്നാ. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല കർത്താവേ. ലോകത്തെ സ്നേഹിക്കുന്നവരുടെ ഇടയിലേക്ക് ഇതാ പിശാച് ഇറങ്ങി വന്നിരിക്കുന്നു, മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു കർത്താവേ. എത്രയും കൂടുതൽ ആളുകളെ നരകത്തിൽ കൊണ്ടുപോകാൻ അവൻ മാക്സിമം പരിശ്രമിക്കുമ്പോൾ, കാലം തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് തിരിച്ചറിവിൽ പിശാച് മഹാതീഷ്ണതയോടെ അവന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. അത് ഞങ്ങളോടുള്ള യാഥാർത്ഥ്യമാണല്ലോ, ഞങ്ങൾക്കും കൂടെയുള്ള യാഥാർത്ഥ്യമാണല്ലോ. കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സമയം എത്രയും ചുരുക്കമാണെന്ന് ഞങ്ങൾ അറിയുന്നു. രാത്രി കഴിവാറായി, പകലേറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഈ സമയത്ത് ഇനി എത്രയും കൂടുതൽ ആളുകളെ നിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേര് പറയും? എത്ര പേര് ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി ഒന്ന് സമർപ്പിക്കും? കർത്താവേ, കാലം ചുരുങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് കർത്താവേ, ഇനിയിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി തന്നെ ജീവിക്കും കർത്താവേ. ഹല്ലേലൂയ. എത്രയും കൂടുതൽ ആളുകളെ, ഈ പട്ടണത്തിൽ എത്രയും കൂടുതൽ ആളുകളെ നിനക്ക് വേണ്ടി നേടുവാൻ, എൻ്റെ കൂട്ടുകാരായ ആളുകളെ നിനക്ക് വേണ്ടി നേടുവാൻ നീ എന്നെ സഹായിക്കണമേ കർത്താവേ. എൻ്റെ ഓരോ പരാജയവും പിശാചിൻ്റെ വിജയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അവരെ നേടിയില്ലെങ്കിൽ പിശാച് അവരെ തട്ടിയെടുത്തുകൊണ്ട് പോകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ. അതുകൊണ്ട് കർത്താവേ, എനിക്കൊരിക്കലും പിശാച് വിജയിക്കുന്നത് കാണാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് എൻ്റെ സുഖങ്ങളും എൻ്റെ സൗകര്യങ്ങളും എൻ്റെ ധനവും എൻ്റെ മാനവും എൻ്റെ മഹിമയും എല്ലാം ചെലവിട്ട് ജനങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ തീരുമാനം കർത്താവിനെന്ന് പറ. കർത്താവേ, ഹല്ലേലൂയ.
കാലം ചുരുങ്ങിയിരിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ. അതുകൊണ്ട് കർത്താവേ, ഇനിയിപ്പോൾ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി അല്ല, എത്രയും കൂടുതൽ ആളുകളെ കർത്താവിന് വേണ്ടി നേടുവാൻ എന്നെ നീ ഒരുക്കണമേ. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു. ലോകത്തെ സ്നേഹിക്കുകയല്ല കർത്താവെ, നിന്നെ മാത്രം കണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവ്, അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ, ചിലരെയെങ്കിലും നിൻ്റെ സന്നിധിയിൽ പ്രസൻറ്റ് ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണേ കർത്താവെ. ഒന്നുമില്ലാതെ വെറും കയ്യായി നിൻ്റെ സന്നിധി നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഒരു ചെറിയ കറ്റയെങ്കിലും കൊണ്ടുവരുവാൻ നീ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.